അതിലൊരുപാട് വാക്യങ്ങൾ വിഗ്രഹോപാസകരെ നിന്ദിക്കുന്നതായിട്ടുണ്ട്. അവർക്ക് പീഡനങ്ങൾ കൊടുക്കാൻ പറയുന്നുണ്ട്, അവരെ മുഖവിലേക്ക് എടുക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ വാക്യങ്ങൾ ശ്രുതിയാണെന്നാണ് പറയുന്നത്. ശ്രുതിയാണെങ്കിൽ ഇവിടെ കലഹം തീരില്ല. എന്നാൽ അത് ശ്രുതിയാണ്, ആ കാലഘട്ടത്തിൽ ആവശ്യമുള്ള ഒരു അംശമാണ്. ആ കാലഘട്ടത്തിൽ അറബി നാട്ടിൽ തീർത്തും അപരിഷ്കൃതമായ വിഗ്രഹോപാസനയിൽ ഭ്രമിച്ച ജനങ്ങളെ നിർവഹിക്കാക്കാൻ വേണ്ടി അവതരിപ്പിക്കപ്പെട്ട സൂക്തമാണെന്ന് പറഞ്ഞാൽ 100% ഇവിടുത്തെ ഹിന്ദു അംഗീകരിക്കും അതിനെ. കാരണം അതൊക്കെ സ്മൃതി അംശമായി മാറും. അതൊക്കെ ശ്രുതിയാണ്, സകല കാലത്തും വേണ്ടതാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന കലഹങ്ങൾക്ക് ഖുർആന്റെ സമ്മതി എന്തെന്ന് വരുത്തി തീർക്കുന്നതായിരിക്കും ഫലം. അത് ആത്മഹത്യാപരമാണെന്നാണ് വിശ്വാസം. വ്യക്തമായൊരു ചോദ്യം തന്നെയാണ്. ഒരു ചോദ്യം കൂടെ ഞാൻ സത്യ പരിവാരം കൊണ്ടാണ്. എനിക്ക് ഇനി ലാസ്റ്റ് ചോദ്യം പുരുഷന്മാർക്ക് അനുവദിക്കണമെന്ന് ഡയറക്ടർ പറഞ്ഞതുകൊണ്ട് മറ്റൊരു പരിപാടിയിൽ നിങ്ങൾക്ക് ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് കൊടുക്കാം. എന്റെ പേര് സഭയുടെ നാട്ടുകാരൻ തന്നെയാണ്. ഞാൻ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ്. എന്നെ സമീപിക്കുന്ന മത നേതാക്കളോട് ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ പുസ്തകമൊന്നും എനിക്ക് കേൾക്കണ്ട, ജീവിതത്തിൽ കാണിച്ച് അനുഭവിപ്പിച്ച് നാട്ടിൽ കാണിച്ചു തരും, ഞാനത് വിശ്വസിക്കാമെന്ന്. സ്വാമിജിയോട് ധാരാളം ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാറുള്ള ആളായതുകൊണ്ട് ഈ ചോദ്യം അക്ബർ ഖാനോടാണ് ഞാൻ ചോദിക്കുന്നത്. ചോദ്യം ഇതാണ്: യാതൊരു മനുഷ്യന്റെ കൈകടത്തലും ഉണ്ടാകാത്ത ഖുർആൻ മുസ്ലിങ്ങളുടെ കയ്യിലുണ്ടായിട്ട് ആദ്യം നമ്മൾ പറയുന്ന 100 വർഷം വിടുക, അതിനുശേഷമുള്ള ഈ 1300 വർഷക്കാലം ലോകത്തിൽ ഇത് പ്രചരിപ്പിച്ച് എവിടെയെങ്കിലും ശാശ്വതമായ സമാധാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ സുന്നി ഒന്നും സുന്നി രണ്ടും തമ്മിലും, സുന്നികളും മുജാഹിദും അങ്ങനെ തമ്മിലും ലോകത്ത് മുസ്ലിങ്ങൾ മാത്രമുള്ളവിടത്ത് നിറയെ സംഘർഷവും നടക്കുന്ന ഈ കാലത്ത് എന്തുകൊണ്ട് കൃത്യമായി ദൈവം തന്ന സാധനം കയ്യിലുണ്ടായിട്ട് സാധിച്ചില്ല? ഇപ്പൊ ലോകത്ത് സാധിക്കുന്നില്ല. നക്സലുകളേക്കാൾ കഷ്ടമായിട്ട് അമേരിക്കക്കാരന്റെ ബോംബിന്റെ മുമ്പിലേക്ക് ഇതിന്റെ പേരിൽ ആളുകൾ വീഴുന്ന അന്ധവിശ്വാസമായിട്ട് നിൽക്കുന്നു. ഇതിനെന്താണ് പരിഹാരം? കാണിച്ചു തരാൻ പുസ്തകമൊന്നും എനിക്ക് കേൾക്കണ്ട, കൃത്യമായിട്ട് കാണിച്ചു തരാനുള്ള എന്ത് പരിഹാരം അങ്ങയുടെ കയ്യിലുണ്ടെന്ന് എനിക്കറിയണം. സ്വാമിജിമാരോട് ഞാനിത് ചോദിക്കാറുണ്ട്, വേറൊരു അവസരത്തിൽ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെന്ന്. ഇപ്പൊ അക്ബർ സാറിനോട് ചോദിക്കാം. സുഹൃത്ത് ചോദ്യം: ഖുർആൻ ദൈവികമായ കൈകടത്തലുകൾക്ക് വിധേയമാക്കപ്പെടാത്ത വേദഗ്രന്ഥം നിങ്ങളുടെ കൈകളിൽ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് അതിൽ പറയുന്ന രീതിയിൽ ഉള്ള ഒരു സമൂഹത്തെ, സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ സമാധാന സമ്പുഷ്ടമായ ഒരു സമൂഹത്തെ ശ്രദ്ധിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? പ്രായോഗികമായി എന്തേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കാത്തതാണ്? യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ജീവിതത്തിന്റെ ആധാരമായി സ്വീകരിക്കുന്ന 10,000-കണക്കിന് മനുഷ്യർ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ വ്യക്തമായി തന്നെ ഇവിടെ ഖുർആൻ നിർദ്ദേശിച്ച രീതിയിലുള്ള ജീവിത രീതി സ്വീകരിച്ചുകൊണ്ട് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. എന്നാൽ ഇവിടെ സുഹൃത്ത് സൂചിപ്പിച്ച ഉദാഹരണങ്ങൾ സ്വാഭാവികമായി സമൂഹത്തിലുണ്ടാകുന്ന പ്രതികരണങ്ങളാണ്. അമേരിക്കക്കാരന്റെ ബോംബിന് നേരെ നക്സലുകളെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ മരണം വരിക്കുവാൻ തയ്യാറാകുന്ന അഫ്ഗാനിസ്ഥാനിലെ പലസ്തീനിലെ ജനങ്ങൾ ഇസ്ലാമികമായ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ആ രൂപത്തിലുള്ള യുദ്ധമുറ തന്നെ ശരിയല്ല എന്ന് കൃത്യമായി സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ആ ഒരു യുദ്ധത്തിന് ഇസ്ലാമികമായ ഒരു ചായയോ ഇസ്ലാമികമായ ഒരു അടിത്തറയോ എന്നതിനേക്കാൾ ഉപരി അടിസ്ഥാനപരമായ ഒരു പ്രദേശത്തിന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള വസ്തു നമുക്കറിയാവുന്നതാണ്. അവിടെ ഇസ്രായേലിനെതിരെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം പാവപ്പെട്ട പലസ്തീനികളെ അടിച്ചമർത്തുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ, അവരുടെ ജന്മനാട്ടിൽ നിന്ന് അവരെ അട്ടിയോടിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അവർക്ക് ലഭിച്ച ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ പ്രതിയോഗിക്കുന്നു എന്നുള്ളതാണ് സത്യം. അവിടെ പ്രമാണങ്ങളല്ല, പലപ്പോഴും ഇസ്ലാമികമായ ജീവിത രീതിയോ മറ്റോ സ്വീകരിക്കാത്ത ആളുകൾ തന്നെ പലപ്പോഴും അതിൽ ക്രൈസ്തവർ പോലും അങ്ങനെ ആയിട്ടുണ്ട്. ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ആ സ്വാതന്ത്ര്യത്തിന്റെ മണ്ണിലേക്ക് സ്വയം മരിക്കുവാൻ സന്നദ്ധരായി മനുഷ്യർ കടന്നു വരികയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ടായി. അങ്ങനെ ഒരുപാട് പേർ പല രീതികളിൽ മരിച്ചു, നമുക്കറിയാവുന്നതാണ്. ഇതേപോലെ തന്നെയാണ് പലസ്തീനിലെ പ്രശ്നം.
ഇവിടെ ഇസ്ലാമോ പരിശുദ്ധ ഖുർആനോ ഇസ്ലാമിക പ്രമാണങ്ങളോ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. സ്വാമിജി ഇവിടെ സൂചിപ്പിച്ചു ആ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നു എന്നും ആ ദുർവ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സമൂഹങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുമുള്ള വസ്തുത ഏത് പ്രമാണത്തിനായി എന്നാണ് സംഭവിക്കുന്ന കാര്യമാണ് സ്വാമിജി സൂചിപ്പിച്ചതുപോലെ. പക്ഷെ പ്രശ്നമതല്ല, ആ പ്രമാണം ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുമ്പോഴും പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങാൻ വേണ്ടി ആഹ്വാനം ചെയ്യുമ്പോൾ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ സ്വാമിജിയെ മനസ്സിലാക്കിയതുപോലെ DC ബുക്സിന്റെ പരിശുദ്ധ ഖുർആന പരിഭാഷയിൽ വിഗ്രഹാരാധകരെ ആരുമായി സമരം ചെയ്യുക എന്നോ യുദ്ധം ചെയ്യുക എന്നോ അവരെ നിഷ്കാസനം ചെയ്യുക എന്നോ ഉള്ള പരാമർശങ്ങളല്ല, യുദ്ധരംഗത്തുള്ള ഉപദേശങ്ങളാണ്. യുദ്ധരംഗത്തുള്ള ഉപദേശങ്ങൾ ആ യുദ്ധരംഗത്ത് പ്രായോഗികമാണ്. അവിടെ അത് കാലനിബദ്ധമല്ല, മറിച്ച് ഏത് കാലത്തായിരുന്നാലും യുദ്ധം കടന്നു വരുമ്പോൾ പ്രായോഗികമാണ് എന്നർത്ഥം. അത് ഏത് സമയത്തായിരുന്നാലും പ്രായോഗികമാണ്. യുദ്ധമുണ്ടോ എങ്കിൽ പ്രായോഗികമാണ്. വിഗ്രഹാരാധകരും അല്ലെങ്കിൽ മുസ്ലിക്കുകൾ എന്നാണ് പ്രയോഗം, വിഗ്രഹാരാധകരമല്ല. എന്താണ് ബഹുദൈവാരാധകർ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകാതെ, മുസ്ലിമായി ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകാതെ, ഇസ്ലാമിക പ്രബോധനത്തിനുള്ള സ്വാതന്ത്ര്യം നൽകാതെ അവരെ മുസ്ലിമായി ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഹനിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന സമയത്ത് ആ സ്വാതന്ത്ര്യത്തെ നേടിയെടുക്കുവാൻ വേണ്ടി ഇസ്ലാമിക സമൂഹത്തിന്റെ മൊത്തത്തിൽ അതിന്റെ നേതൃത്വത്തിന് ആ യുദ്ധം അനിവാര്യമാണ് എന്ന് വരികയാണെങ്കിൽ ആ യുദ്ധത്തിന് ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. പക്ഷെ ആ യുദ്ധം ചെയ്യുന്നവരുമായിട്ടാണ്. ബഹുമാന്യനായ സ്വാമിജി പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 190-ാമത്തെ വചനം എടുത്ത് നോക്കുക. DC ബുക്സിന്റെ പരിഭാഷയുണ്ടെങ്കിൽ ആ പരിഭാഷയിൽ കാണാൻ കഴിയും, നിങ്ങൾ യുദ്ധം ചെയ്യുക നിങ്ങളുമായി യുദ്ധം ചെയ്യുന്നവരോട്. എന്നിട്ട് അവിടെ തന്നെ പറഞ്ഞു, നിങ്ങൾ യുദ്ധത്തിൽ പോലും ഒരിക്കലും അതിക്രമം ചെയ്യരുത്, ദൈവം തമ്പുരാൻ അതിക്രമത്തെ ഇഷ്ടപ്പെടുന്നവരല്ല. കൃത്യമാണ് വചനം. യുദ്ധത്തിന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ കയ്യും കെട്ടി നോക്കി നിൽക്കണമെന്നല്ല. ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണത്. ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ജീവിതം 13 വർഷക്കാലത്തെ താടനങ്ങൾ സഹിച്ചുകൊണ്ട് മക്കയിൽ ജീവിച്ച സമയം, അതിന് അറുതി വന്ന് വരുത്തിക്കൊണ്ട് മക്കയിലെ 13 വർഷക്കാലഘട്ടത്തിലെ പ്രയാസപൂർണമായ ജീവിതത്തിന് അവസാനം കുറിച്ചുകൊണ്ട് ആദർശം സംരക്ഷിക്കുവാൻ വേണ്ടി, സത്യമതം അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി, താൻ ശരിയാണ് എന്ന് പൂർണ്ണമായും ബോധ്യമുള്ള ആ സത്യം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. മദീനയിൽ ഒരു ഇസ്ലാമിക സമൂഹം ഉണ്ടായപ്പോൾ ആ സമൂഹത്തെ അവിടെയും ജീവിക്കുവാൻ അനുവദിക്കാത്ത അവസ്ഥാവിശേഷം ഉണ്ടായപ്പോഴാണ് പ്രയോഗിക്കുവാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ വായിച്ചു നോക്കുന്ന ഒരു ഹിന്ദുവിന്റെ മനസ്സിൽ, ഒരു ക്രിസ്ത്യാനിയുടെ മനസ്സിൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിശ്വാസിയുടെ മനസ്സിൽ എനിക്കെതിരെയുള്ള യുദ്ധാഹ്വാനമാണ് എന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുകയില്ല, തോന്നുകയുമില്ല. പൂർണ്ണമായി വായിക്കുവാൻ സാധിക്കണമെന്ന് മാത്രം. പൂർണ്ണമായി പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ വായിക്കണം. ആ വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ട സന്ദർഭം, അതാണ് ഞാൻ പറഞ്ഞത്, ഖുർആനും സുന്നത്തും. ആ സന്ദർഭങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം, അപ്പോൾ പൂർണ്ണമായി മനസ്സിലാകും. ഇങ്ങനെയാണ് ഇവിടെ ഒരു പ്രമാണമുണ്ട്. വീണ്ടും ഞാൻ പറയാണ്, ഈ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് പറഞ്ഞാലും അന്വേഷിക്കാം. ആ പ്രമാണം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ആ പ്രമാണത്തിന്റെ ആളുകളെന്ന് പറയുന്നവരെല്ലാവരും നമ്മൾ ആരും ബാധിക്കുന്നില്ല. ആ പ്രമാണത്തിനെതിരെ ജീവിക്കുന്നവരുണ്ട്, അത് എല്ലാ സമൂഹത്തിനുമുണ്ട്. സ്വാമിജി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ അതല്ല പ്രശ്നം. അവിടെ ജീവിക്കുന്നവർ അവർക്ക് അനുകൂലമായ തെളിവ് പറയുമ്പോൾ അതല്ല ശരി എന്ന് പറയണമെങ്കിൽ പ്രമാണത്തിൽ കൃത്യമായ ബോധ്യം ഉണ്ടാകണം. മനുഷ്യരുടെ കൈകടത്തലുകളില്ലാത്ത പ്രമാണം ഉണ്ടാകണം. ഇവിടെ സുഹൃത്ത് പറഞ്ഞ രീതിയിൽ പൂർണ്ണമായി സമാധാനത്തോടുകൂടി ഇസ്ലാമികമായി ചിന്തിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുണ്ട്. ഇസ്ലാം ഏതെങ്കിലും പ്രത്യേക ഒരു ജനവിഭാഗത്തെ മനുഷ്യരെയാണ് സംസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഒരു ഭൂഖണ്ഡത്തെയല്ല. ഒരു ഭൂഖണ്ഡം ആ സംസ്കരിക്കപ്പെട്ട ആളുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ആ ആളുകളുള്ള ഒരു ഭൂഖണ്ഡം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അവിടെ നടപ്പാക്കേണ്ട നിയമങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതേസമയം ഒരു ഭൂഖണ്ഡത്തിന്റെ മാറ്റമല്ല, മറിച്ച് മനസ്ഥിതിയുടെ മാറ്റമാണ് ഇസ്ലാം വിവക്ഷിക്കുന്നത്. മനുഷ്യരുടെ മനസ്സ്, അവിടെ ദൈവിക മാർഗദർശനം അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരുണ്ടാകുമ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ പരിശുദ്ധ ഖുർആൻ പറയുന്ന രീതിയിൽ സമാധാന ചിത്തരായി ജീവിക്കാൻ കഴിയും. ഈ ദൈവിക മാർഗദർശനത്തെ തന്നെ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് വളച്ചൊടിക്കുന്നവരുണ്ട്, രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് വളച്ചൊടിക്കുന്നവരുണ്ട്. ഇവിടെ സ്വാമിജി തന്നെ പറയുകയുണ്ടായി പല പ്രമാണങ്ങൾ വളച്ചൊടിക്കുന്ന അവസ്ഥാവിശേഷത്തെ കുറിച്ച്. ഈ പ്രമാണങ്ങൾ വളച്ചൊടിക്കുന്നവരില്ലേ, ആ പ്രമാണങ്ങൾ വളച്ചൊടിക്കുമ്പോ ആ പ്രമാണങ്ങൾ അതല്ല പറയുന്നത് എന്ന് പറയാൻ ഒരു സാധാരണക്കാരന് കഴിയും. അതാണ് ഇസ്ലാം പറയുന്നത്.
അവിടെ ഒരാൾക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ, അതാണ് സുഹൃത്തിന്റെ ചോദ്യത്തിന്റെ ഉത്തരം, ഒരാളുടെ ജീവിതത്തിൽ എല്ലാ രംഗത്തും സ്വീകരിക്കേണ്ട മാർഗനിർദ്ദേശം, ആ മാർഗനിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അത് ആ മാർഗനിർദ്ദേശമാണ്. ഏത് രംഗത്തായതാണ് ഉള്ള കൃത്യമായ മാർഗനിർദ്ദേശമാണ്. ആ മാർഗനിർദ്ദേശം അനുസരിച്ചുകൊണ്ട് അനുധാവനം ചെയ്തുകൊണ്ട് ജീവിച്ചാൽ അയാൾക്ക് പൂർണ്ണമായ സമാധാനം ഇവിടെ നിന്നും, അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തിലെ സമാധാനം എന്നാണ് ആ സമാധാനത്തിന്റെ ഭവനം എന്ന ഇസ്ലാമിന്റെ തത്വം. അവിടെ ഏതെങ്കിലും വ്യക്തിയെയല്ല ചൂണ്ടിക്കാണിക്കുന്നത്, മറിച്ച് പ്രമാണത്തെയാണ്. ആ പ്രമാണം അനുസരിച്ച് ജീവിക്കുക എന്നാണ് പറയാനുള്ളത്. അതല്ലാതെ ഇന്ന വ്യക്തിയെ പോലെ ജീവിക്കുക എന്നല്ല. അവിടെ ആ പ്രമാണവും പരിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമാണ്. അത് പൂർണ്ണമായി രേഖപ്പെടുത്തപ്പെട്ട രൂപത്തിൽ ലഭിക്കുന്നു ഇന്ന്. അതേസമയം ഏത് കാലഘട്ടത്തിലും അത് രേഖപ്പെടുത്തപ്പെട്ടിരുന്നു. അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ട പ്രമാണം സ്വാമിജി ഇതിന്റെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഏതെങ്കിലും കാലത്ത് നശിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ കത്തിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ പ്രമാണം പരിശുദ്ധ ഖുർആൻ തലമുറകളിലേക്ക് പകർത്തപ്പെട്ടത് വാമൊഴിയിലൂടെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ എന്ന വാക്ക് തന്നെ പറയുന്നത് പോലെ വായന എന്നാണ് അർത്ഥം, വായിക്കപ്പെടുന്നത് എന്നാണ് ഖുർആൻ എന്ന പദത്തിനർത്ഥം. അത് വായനയിലൂടെ തലമുറകളിലേക്ക് സംപ്രേഷണം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഇന്നും ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി കാണാതെ അറിയുന്നവരായിട്ടുണ്ട്. ആ കാണാതെ അറിയുന്നവരായിട്ടുള്ള ആളുകൾ ഇടക്കാലഘട്ടത്തിൽ ആ ആളുകളിൽ കുറെ ആളുകൾ മരണപ്പെട്ടപ്പോൾ ആ തലമുറകൾ കഴിയുമ്പോൾ ഇങ്ങനെ മരിക്കുമോ എന്ന് സംശയം ഉദിച്ച, ഇങ്ങനെ ഈ ഖുർആൻ കാണാതെ അറിയുന്ന ആളുകൾ പൂർണ്ണമായി നിഷ്കാസിതമാകുമോ ഈ ഭൂമിയിൽ നിന്ന് സംശയം ഉദിച്ചപ്പോ ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിൽ വ്യത്യസ്തങ്ങളായ തോളുകളിലും മറ്റും എഴുതപ്പെട്ട പരിശുദ്ധ ഖുർആന്റെ കോപ്പി ഒന്നിച്ച് ക്രോഡീകരിച്ചത്. അതിന് സ്വാഭാവികമായ അക്കാലഘട്ടത്തിൽ ഉച്ചാരണ രീതി അനുസരിച്ച് അറബി ഭാഷ അതിന് വവൽസില്ലാതെ എഴുതുന്ന ഭാഷയാണ്. അത് ഗ്രാമർ അറിയുമ്പോഴാണ്, അറബി വ്യാകരണം അറിയുമ്പോഴാണ് അതിലെ അത് വായിക്കുവാൻ സാധിക്കുക. സാധാരണ ഭാഷകളെ പോലെയല്ല, സെമിറ്റിക് ഭാഷകളെല്ലാം പൊതുവെ അങ്ങനെയാണ്. അപ്പൊ ഗ്രാമർ അറിയാത്തവർക്ക് അത് വായിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക് പ്രചരിപ്പിക്കപ്പെട്ടപ്പോ അവിടെ എല്ലാം വ്യത്യസ്ത രീതികളിൽ വ്യത്യസ്ത രൂപങ്ങളിൽ പരിശുദ്ധ ഖുർആൻ വായിക്കപ്പെടുന്ന അവസ്ഥാവിശേഷമുള്ള സമയമുണ്ടായി. വ്യത്യസ്ത ഏടുകളിൽ നിന്ന് ഖുർആൻ എഴുതിയത് മാറിയതുകൊണ്ടല്ല, അങ്ങനെ വായിക്കപ്പെട്ടപ്പോൾ സ്വകാര്യമായ എഴുത്തുകളിൽ പലരും എഴുതി വെക്കുന്ന അവസ്ഥയുണ്ടായി. അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ച രീതിയിൽ ആ ഹഫ്സ റളിയല്ലാഹു അൻഹ സൂക്ഷിച്ച പരിശുദ്ധ ഖുർആനിന്റെ കോപ്പി, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു പുസ്തകത്തിലാക്കപ്പെട്ട ഖുർആനിന്റെ കോപ്പി അതേപോലെ എടുക്കുകയും അതല്ലാത്ത രേഖകൾ നശിപ്പിക്കുവാൻ ഉത്തരവിടുകയും ചെയ്യുകയാണ് ചെയ്തത്. വ്യക്തിപരമായ രേഖകൾ. അതിന് കാരണം ഈ വായനാ വ്യത്യാസം, അതിലെ സൂക്ഷ്മത ഇല്ലാതെ ആകും എന്ന കാരണത്താലായിരുന്നു. അവിടെ ഞാൻ സൂചിപ്പിക്കുന്നത്, നേരത്തെ സ്വാമിജി സൂചിപ്പിച്ച കാര്യങ്ങൾക്കാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് വൈയക്തികമായി വ്യക്തിപരമായി സമാധാന സമ്പുഷ്ടമായ ജീവിതം നയിക്കണമോ? അവിടെ മറ്റെന്തെങ്കിലും അർത്ഥത്തിലല്ല, മറ്റാത്മീയമായ ഉന്നതാവസ്ഥയിലേക്ക് ഉയർന്നു പോവുക എന്ന കേവല തത്വമല്ല, മറിച്ച് ജീവിതത്തിൽ പച്ചയായ മനുഷ്യനായി, കുടുംബമായി, വ്യക്തിയായി, മകനായി, പിതാവായി, അമ്മയായി, മകളായി, കച്ചവടക്കാരനായി ഏത് രീതിയിൽ സമാധാന സമ്പുഷ്ടമായ ജീവിതം നയിക്കണമോ അത് ആ ജീവിതം നയിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിൽ ഇവിടെ സമാധാനം നടക്കണമോ, അങ്ങനെ മരണാനന്തര ജീവിതത്തിൽ ശാശ്വത സമാധാനത്തിന് നിമിത്തമാകണമോ അതിനുള്ള മാർഗദർശനമാണ് പരിശുദ്ധ ഖുർആനിലും പ്രവാചക ചര്യയിലുമുള്ളത്. ഇവിടെ മതമനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് വിശ്വസിച്ച ഈ സഹോദരന്റെ ചോദ്യത്തിന് മറുപടി ഇവിടെ കേട്ടിട്ടില്ല. കാരണം അദ്ദേഹം ചോദിച്ച ചോദ്യം നമ്മൾ കേൾക്കുകയായിരുന്നു, ഇത്രയും ദൈവത്തിൽ നിന്ന് നേരിട്ട് ഇറക്കപ്പെട്ട പുസ്തകം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ ലോകത്തിൽ 1300 കൊല്ലായിട്ടും ശാന്തി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. അതിന് മറുപടി വന്നപ്പോഴാകട്ടെ നേരത്തെ പറഞ്ഞതിനൊക്കെ വിരുദ്ധമായിട്ടുള്ള മറുപടി അവിടെ കേട്ടത്. കാരണം മനുഷ്യന്മാരുടെ കൈകടത്തൽ ഉണ്ടാവാത്ത എന്ന് ആവർത്തിച്ച് പറയപ്പെട്ടതിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു, വാമൊഴിയായിട്ട് ഇങ്ങനെ വന്നപ്പോഴുള്ള ഭേദങ്ങൾ ഉണ്ടായി, അതുകൊണ്ട് അതിനെയൊക്കെ സ്വരൂപിച്ച് ഒന്ന് ശേഖരിച്ചു വെച്ചു. നമ്മുടെ മനുഷ്യന്മാരുടെ കൈകടത്തൽ വന്നു കഴിഞ്ഞു. ഇത് തന്നെയാണ് വൃക്ഷിത്വം പാടുന്നത് എന്നൊക്കെ പറയുന്നത്. ഇതൊന്നുമില്ല മറ്റൊന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു തരം വളച്ചൊടിക്കാൻ സിദ്ധാന്തം തന്നെ കേവല യുക്തിയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. വിധേയത്വം കൊണ്ട് ആദ്യം വന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ലായിരിക്കാം. അതൊരിക്കലും യോഗ്യമല്ല. അങ്ങനെ പറയുന്നത് കൊണ്ട് കേവലം സദസ്സിൽ പറയാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഒന്നിലിങ്ങനെ ഭേദം വരുന്നു, അത് ഒന്ന് ശേഷിപ്പിക്കാൻ വേണ്ടി വാമൊഴിയിൽ വന്ന ഭേദങ്ങളൊക്കെ കൂടി പരിഹരിക്കാൻ ഒന്ന് ശേഖരിച്ചു എന്ന് പറഞ്ഞാൽ അത് വ്യക്തിനിഷ്ഠമായ പരിവർത്തനം തന്നെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് അടിസ്ഥാനപരമായ ഒരു ഗ്രന്ഥത്തിൽ ഉറച്ചുകൊണ്ടുള്ള വീക്ഷണം മനുഷ്യനിൽ വരുത്തി തത്തുന്ന വൈകല്യത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ്. ഇല്ലെങ്കിൽ ഈ വൈകല്യം ആദ്യം തീർക്കുക.
ഇത് പറയാൻ കാരണം ഇവിടെ ശ്രുതി അംശം മാത്രമേ വേദത്തിൽ ഖുറാനിലുള്ളൂ, സ്മൃതി അംശം ഇല്ലെന്ന് ആദ്യം പറഞ്ഞാല് ഇപ്പൊ പറഞ്ഞു വിഗ്രഹാരാധകരെ ഉപദ്രവിക്കാനും മറ്റും പറയുന്ന ഭാഗങ്ങൾ കേവലം യുദ്ധകാലത്ത് മാത്രമുള്ളതാണ്. അപ്പൊ ഒരു കാലഘട്ടത്തിൽ മാത്രം നടപ്പിലുള്ളതിനെയാണ് സ്മൃതി എന്ന് പറയണത്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞിട്ട് ഈ അംശം സ്മൃതിയാണെന്ന് അംഗീകരിച്ചാൽ മതി, എന്നാ പ്രശ്നമില്ല. ഇത് ശ്രുതിയാണെന്ന് മുറുകെ പിടിക്കുകയും ചെയ്യുക, മറ്റൊരു ഭാഗത്തോടുകൂടി ന്യായമായി ചോദിക്കുമ്പോൾ ഇത് യുദ്ധകാലത്ത് മാത്രമുള്ളതാണെന്നും പറയാം. അതെങ്ങനെയാ യോജിക്കുക? യുക്തിയുടെ ചോദ്യം തന്നെയാണ്. ആ യുക്തി എത്ര പരിമിതമാണെങ്കിലും ശരി, യുക്തിയുടെ ചോദ്യമാണ്. അതിന് മറുപടി തന്നേ ഒക്കും. അല്ലെങ്കിൽ ഇത്തരം വിഗ്രഹോപാസകരെ ഉപദ്രവിക്കണം എന്നും മറ്റുമുള്ള വാക്യങ്ങൾ ഒന്നുകിൽ ഖുറാനിലുള്ളതല്ല, തർജ്ജമക്കാരന്റെ ദോഷമാണെന്ന് പറയണം. അല്ലെങ്കിൽ അത് കേവല സ്മൃത്യാംശങ്ങളാണ്, യുദ്ധകാലത്തിൽ മാത്രമുള്ളതാണെന്ന് ഇവിടെ പറയപ്പെട്ടത് ഒന്നും അംഗീകരിക്കണം. അങ്ങനെ അംഗീകരിച്ചാൽ എന്ത് വന്നു? ഖുറാനിലും സ്മൃത്യാംശം ഉണ്ടെന്ന് വന്നു. അഥവാ സ്മൃത്യാംശം അല്ലെങ്കിൽ എന്തിന് യുദ്ധകാലത്തേക്ക് മാത്രം ഒരു നിയമം? അത് യുദ്ധകാലത്ത് നടപ്പിലാക്കപ്പെടുന്നത് സ്മൃത്യാംശമാണ്. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അതിനുള്ള നല്ല ആശയങ്ങൾ, മനുഷ്യരെ നന്മയിലേക്ക് നയിക്കുന്ന ഉപദേശങ്ങൾ ഒരുപാട് ഖുറാനിലുണ്ട്. അവയെ സ്മൃത്യാംശമായി കാണുന്നു. ഇങ്ങനെ കാണുമ്പോൾ ഒരു മതഗ്രന്ഥങ്ങളും തമ്മിൽ വൈരുദ്ധ്യം വരില്ല. അല്ലാത്ത പക്ഷം ഒരാനയിൽ അന്ധർ എന്ന പോലെ ഈ മതഗ്രന്ഥങ്ങൾ ആചാര്യ ഉപദേശത്തെ നമ്മൾ ഗണിക്കുമ്പോൾ ഒരാൾ ആനയെ പിടിച്ച് ചൂലാന്ന് പറഞ്ഞു, വേറൊരാൾ ആനയെ പിടിച്ച് മുറമെന്ന് പറഞ്ഞു, സംഗതി ശരി പിടിച്ചതാ, വാല് പിടിച്ചതാ, വേറൊരാൾ പനയാന്ന് പറഞ്ഞു കാല് പിടിച്ചതാ. ഈ സമീപനേ വരുള്ളൂ. ഇതുകൊണ്ട് ഒരു പ്രയോജനം സംവാദം കൊണ്ടില്ല, ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ല. കുറെ കാലുഷ്യവും കുറെ ഉരുണ്ട് കളിക്കലും മാത്രം ബാക്കിയാവും. അതുകൊണ്ട് ഇത് യുദ്ധകാലത്തേക്കുള്ളതാണ്, സനാതനമല്ല എന്നാണോ? ഇത് സ്മൃത്യാംശമാണ്. അത്രേ നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞിട്ടുള്ളൂ. ഇത് ഏതാചാര്യന്റെ ഉപദേശത്തിലും ഈ ശ്രുതി സ്മൃതി ഭേദം കാണും. അങ്ങനെ കണ്ട് അംഗീകരിച്ചാൽ ഒരു മതവും തമ്മിൽ കലഹമില്ല. അല്ലാണ്ട് ഞാനീ പറയുന്നത് മാത്രം പ്രമാണമാണ്, ഇത് മാത്രം എനിക്ക് അവതരിപ്പിക്കപ്പെട്ടതായത് കൊണ്ട് ഇത് കലർപ്പില്ലാത്തതാണ്, മറ്റുള്ളവരെ കലർപ്പുള്ളതാണെന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവരിൽ വൈരുദ്ധ്യം ഉണ്ടാക്കും. ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തീർത്തും വികലമായ തെറ്റായ ഒരു മറുപടിയാണ് ആ സുഹൃത്ത് പറഞ്ഞത്. പക്ഷെ കേട്ട കാര്യമാണ് പറയുന്നത്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അടുത്തിരിക്കുന്ന സഹോദരന്റെ കയ്യിൽ വലിയൊരു പുസ്തകം കണ്ടു. ചോദിച്ചു, എന്താണ്? വലിയ കൂട്ടുകാരാ, ഒന്നിച്ചൊരു പ്ലേറ്റിന് ഭക്ഷണം വിഭജിച്ച് കഴിക്കുന്നവരായിരുന്നു ആ കാലത്ത്. ആ സഹോദരനോട് ചോദിച്ചു, ആ പുസ്തകം എന്താ? തുറന്നു നോക്കട്ടെ. നോക്കേണ്ട കാപ്പറെ കണ്ണു പൊട്ടുന്നു പറഞ്ഞു. തീർത്തും ഈ വിശ്വാസം ശരിയല്ലാന്ന് ഈ വേദിയിൽ നിന്ന് വെള്ളവും മറുപടി എന്നറിയാം. കാരണം ഖുർആൻ പഠിക്കണം, പഠിപ്പിക്കണം, പ്രചരിപ്പിക്കണം എന്നുള്ള പക്ഷം നല്ലത് തന്നെയാണ് തീർത്തും. പക്ഷേ അത് അവനെ കൊണ്ട് പറയിപ്പിച്ചതാര്? നിഷ്കളങ്കനായ ഈശ്വര സ്വരൂപിയായ കുട്ടിയിൽ വിഷം കുത്തിവെച്ചതാര്? നിസ്സംശയം പറയാം മദ്രസയിലെ വിദ്യാഭ്യാസമാണ്. നിസ്സംശയം പറയാം. അല്ലാതെ ആ നിഷ്കളങ്കനായ കുട്ടി നോക്കല്ല കാപ്പറെ കണ്ണുപൊട്ടെന്ന് പറയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആദ്യം വേണ്ടത് ഇത്തരം സംവാദങ്ങളിലൂടെ ഹൈന്ദവ സഹോദരങ്ങളെ ഖുർആനിലേക്ക് വരുത്തുന്നതിന് മുമ്പ് ഇസ്ലാം വ്യവസ്ഥ സ്വീകരിച്ച് ജീവിക്കുന്നവരിടയിലുള്ള ഇത്തരം അന്ധവിശ്വാസങ്ങളും ഇത്തരം അല്പത്തങ്ങളും ബോധനങ്ങളിലൂടെ നീക്കാൻ പരിശ്രമിക്കുക. എങ്കിൽ അത് ശ്ലാഘനീയമായ പരിശ്രമമായിരിക്കും. എങ്കിൽ ഈ പറഞ്ഞ ഈ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പെന്ന് പറഞ്ഞല്ലോ, അയാൾ പറഞ്ഞതുപോലെ കറുപ്പ് അല്ലാണ്ട് ഇത് നല്ലതായി തന്നെ എല്ലാ മതതത്വങ്ങളും ലോകത്ത് പ്രശോഭിക്കും. അല്ലേ ഈ പറഞ്ഞത് സ്മൃതി വേറെ അംഗീകരിക്കാണ്ട് ഞാൻ പിടിച്ചത് മാത്രമെന്ന് പറയുകയാണോ? എങ്കിൽ അത് വേദിയിൽ പറയാൻ സാധിക്കും. പക്ഷേ യുക്തി വിചാരം ചെയ്യുന്നവരുടെ മനസ്സുകളിൽ എന്നും അത് തള്ളപ്പെട്ടതായി തീരും എന്നുള്ളത് സംശയമില്ലാന്ന് മാത്രം പറഞ്ഞ് ഉപസംഹരിക്കുക ചെയ്യണം. സ്വാമിജി ഞാൻ പറഞ്ഞ കാര്യങ്ങളെ തെറ്റായി മനസ്സിലാക്കുകയോ തെറ്റായി പറയുകയോ ചെയ്യുക. ഞാനിവിടെ സൂചിപ്പിച്ച കാര്യം കൃത്യമാണ്. പരിശുദ്ധ ഖുർആനിൽ ഓരോ സന്ദർഭത്തിലും നടപ്പിലാക്കേണ്ട നിയമങ്ങളുണ്ട്. അതിനർത്ഥം ആ സന്ദർഭം കടന്നു വരുമ്പോൾ ആ നിയമങ്ങൾ ബാധകമാണ് എന്ന് തന്നെയാണ്. സക്കാത്ത് കൊടുക്കാൻ ഖുർആനിൽ കൽപ്പനയുണ്ട്. ഖുർആനിൽ നമസ്കരിക്കുന്നതോടൊപ്പം സക്കാത്ത് കൊടുക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ പലതവണ കൽപ്പിക്കുന്നുണ്ട്. ആ കൽപ്പന ഏത് സമൂഹത്തിനും പ്രായോഗികമാണ്. എപ്പോൾ മാത്രം? ഒരാൾക്ക് സമ്പത്തുണ്ടാകുമ്പോൾ മാത്രം. സമ്പത്തുണ്ടാകുമ്പോൾ മാത്രമാണ് ഇത് പ്രായോഗികമെന്ന് പറയുമ്പോൾ അതിനർത്ഥം ആ കൽപ്പന അടിസ്ഥാനരഹിതമാണ് എന്നോ അത് സ്മൃത്യാംശമുള്ളതാണ് എന്നോ അത് പ്രത്യേക കാലത്തേക്ക് മാത്രം ബാധകമാണ് എന്നോ അല്ല. ഇതേപോലെ തന്നെ യുദ്ധമുണ്ടാവുകയും പരസ്പരം പോരടിക്കപ്പെടുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ആ സന്ദർഭം കൃത്യമായി വിശദീകരിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ ഏത് രൂപത്തിലുള്ള യുദ്ധമാണ് പറയുന്നത് എന്ന്. അതാണ് ഖുർആൻ കൃത്യമായി പറയുന്ന കാര്യമാണ്. നിങ്ങൾ യുദ്ധം ചെയ്യുക, നിങ്ങളുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നവരുമായി. ഇവിടെ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് കയ്യും കെട്ടി നിൽക്കണമെന്നല്ല. അവിടെ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നതാണ്. അവിടെ കൃത്യമായ മാർഗദർശനവും നൽകുന്നു. എന്ത് തോന്നിവാസവും യുദ്ധത്തിൽ ചെയ്യാമെന്നല്ല. അവിടെ വ്യക്തമായ മാർഗദർശനം ചെയ്യുന്നു. എങ്ങനെ നിങ്ങൾ ഒരിക്കലും തന്നെ ഏർപ്പെടാൻ പാടില്ല, അതിൽ കവിയാൻ പാടില്ല. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പരിശുദ്ധ ഖുർആനിലെ അവതരണവും ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ
സ്വാമിജി തെറ്റായി മനസ്സിലാക്കുകയോ അവതരിപ്പിക്കുകയോ ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആൻ വാക്കായി പ്രചരിപ്പിക്കപ്പെടുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നമുണ്ടായി എന്നല്ല പറയുന്നത്. പരിശുദ്ധ ഖുർആൻ എന്ന പദത്തിനർത്ഥം തന്നെ വായന എന്നാണ്. അത് ഏത് കാലഘട്ടത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ നൂറുകണക്കിന് സഹാബിമാർ പരിശുദ്ധ ഖുർആൻ കാണാപ്പാഠം പഠിച്ചവരുണ്ട്. അങ്ങനെ പ്രവാചകന്റെ അന്തിമ പ്രസംഗത്തിന് ശേഷം ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് അവർ വ്യാപരിക്കുകയും അവർ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്തു ജനങ്ങൾക്ക്. ഈ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ 10,000-കണക്കിന് മനുഷ്യർ ഖുർആൻ കാണാതെയാകുന്നവരായിട്ടുണ്ട്. ഇന്ന് ആരെങ്കിലും പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി നശിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ, ഖുർആനിലെ കോപ്പികൾ മുഴുവനും കത്തിച്ചു കളയാൻ ഏതെങ്കിലും ഒരു ഏകഛത്രാധിപതി തീരുമാനിച്ചാൽ ഖുർആൻ നശിക്കുകയില്ല. 10,000-കണക്കിന് മനുഷ്യരുടെ മനസ്സുകളിൽ കാണാത്ത രൂപത്തിൽ മനഃപ്പാഠമായി ഖുർആൻ നാമസ്കൃതം ചെയ്യും. എന്നാൽ എഴുതി വെച്ച രീതിയിൽ സ്വാഭാവികമായി എന്തെങ്കിലും മാറ്റമുണ്ടായി എന്നല്ല പറയുന്നത്. ആദ്യമായി എഴുതപ്പെട്ട രേഖ, ആ രേഖ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ഓരോ വ്യക്തികൾ എഴുതി കൊണ്ടുപോവുകയും അന്ന് രേഖപ്പെടുത്തുന്ന വിദ്യയുടെ പരിമിതി നമുക്കറിയാം. രേഖപ്പെടുത്തി കൊണ്ടുപോവുകയും അവരെല്ലാവരും സ്വന്തം ഇച്ഛയനുസരിച്ച് അത് പാരായണം ചെയ്യുകയും ചെയ്തപ്പോൾ വവൽസില്ലാത്ത ഭാഷയായതുകൊണ്ട് വവൽസ് കൂടി വെച്ചുകൊണ്ട് അറബിയിൽ ആ വവൽസ് കൂടി വെച്ചുകൊണ്ട് പാരായണ യോഗ്യമാക്കി തീർത്തുകൊണ്ട് ബാക്കിയെല്ലാം വ്യക്തിപരമായ രേഖകൾ നശിപ്പിക്കുവാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അവിടെ ഏതെങ്കിലും രൂപത്തിലുള്ള നഷ്ടമുണ്ടാവുകയില്ല, അല്ലെങ്കിൽ ഇടപെടൽ ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ പ്രക്ഷിപ്തങ്ങൾ ഉണ്ടാവുകയല്ല ചെയ്യുന്നത്. മറിച്ച് രേഖപ്പെടുത്തപ്പെട്ട ആ രേഖയുടെ കോപ്പികൾ എടുക്കുകയും അത് കൃത്യമായി വായനയുടെ രീതിയിൽ തന്നെ കോപ്പികൾ എടുക്കുകയും വവൽസ് കൂടി ഉപയോഗിച്ചുകൊണ്ട് കോപ്പികൾ എടുക്കുകയും ആ കോപ്പികൾ എല്ലാ സ്ഥലത്തേക്കും ഇസ്ലാം പ്രചരിച്ച അറബി അറിയാത്ത അറബി ഭാഷയിൽ കൂടുതൽ പ്രാവീണ്യമില്ലാത്ത എല്ലാ പ്രദേശങ്ങളിലേക്കും അയച്ചു കൊടുക്കുകയും വൈയക്തികമായ രേഖകൾ സ്വാഭാവികമായ അക്ഷര വ്യത്യാസം ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട്, സ്വാഭാവികമായ പാരായണ വ്യത്യാസം ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് നശിപ്പിക്കുകയുമാണ് ചെയ്തത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിടത്തേക്ക് കൊണ്ടുവരുന്നു പ്രമാണങ്ങൾക്കുള്ള പ്രശ്നം. ആ പ്രമാണം അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ കൃത്യമായി പ്രമാണങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അവിടെ യുദ്ധരംഗത്തുള്ള നിയമം പ്രായോഗികം തന്നെയാണ്. യുദ്ധം ഉണ്ടാകുമ്പോൾ ധർമ്മത്തെക്കുറിച്ചുള്ള നിയമം പ്രായോഗികമായ ധർമ്മം കടന്നു വരുമ്പോൾ പണം ഉണ്ടാകുമ്പോൾ ഇതേപോലെ തന്നെ ഏത് രംഗത്തായിരുന്നാലും പരിശുദ്ധ ഖുർആനിൽ പറയുന്ന നിയമങ്ങൾ ആ നിയമങ്ങളുടെ കൃത്യമായ അനുസ്ഥാപനത്തോടുകൂടി വ്യക്തമായി സൂചിപ്പിക്കപ്പെട്ട സന്ദർഭത്തിന്റെ അടിസ്ഥാനത്തിൽ എവിടെയാണോ പരിശുദ്ധ ഖുർആൻ ആ നിയമം നടപ്പാക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് അവിടെ പ്രായോഗികമാണ്. ഖുർആനിൽ കത്തവന്റെ കൈവെട്ടാനുള്ള നിയമമുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങളെല്ലാവരും കത്തിയെടുത്ത് നടക്കണം എന്നല്ല, അത് ഖലീഫയോടുള്ള നിയമമാണ്. അത് ഇസ്ലാമിക രാഷ്ട്രമുണ്ടാവുകയും ആ രാഷ്ട്രത്തിന്റെ നേതൃത്വം ഒരു മുസ്ലിം ഖലീഫയുടെ കൈകളിലാവുകയും ചെയ്യുമ്പോൾ അയാൾ നടപ്പാക്കേണ്ട നിയമമാണ്. അതിനർത്ഥം ഖുർആൻ ആ നിയമം പ്രായോഗികമല്ലാന്നോ ഏതെങ്കിലും ഒരു പ്രദേശത്തോ ഒരു വ്യക്തിക്കോ ബാധകമാണ് എന്നോ അല്ല. മറിച്ച് അങ്ങനെ ഒരു രാഷ്ട്ര നായകനാകുമ്പോൾ പോലും പരിശുദ്ധ ഖുർആൻ വ്യക്തമായ നിയമനിർദ്ദേശം നൽകുന്നു എന്നാണ്. ഈ വ്യത്യാസം നാം മനസ്സിലാക്കുക എന്നാണ് സൂചിപ്പിക്കാൻ. ഉപചോദ്യം. ഒരു യുക്തിവാദിയും ഒരു ഗ്രന്ഥത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ആളും തമ്മിൽ ഇവിടെ നടന്ന ഈ സംവാദം വൃഥാ വ്യായാമമായിരുന്നെങ്കിലും രസകരമായിരുന്നു. അവസാനമായിട്ട് മുസ്ലിം സഹോദരങ്ങളെ ഹിന്ദുക്കൾ ഇപ്പൊ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തില് സ്വാമിജിക്ക് പറയാനുള്ളത് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഈ രാഷ്ട്രീയക്കാരുടെ കളികൾ ഒഴികെ ഇപ്പോൾ ഉള്ള ഈ അയോധ്യ പ്രശ്നത്തിൽ ഹിന്ദുക്കൾക്ക് വൈകാരികമായിട്ട് വല്ല താല്പര്യവുമുണ്ടോ? ഹലോ, ഇത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കുന്നതല്ലേ നല്ലത്? ഒഴിവാക്കാം. കാരണം മനുഷ്യരുടെ വികാരങ്ങൾ ഉണർത്തുന്ന വേണ്ട അത്തരം ചോദ്യങ്ങളുണ്ട്. അപ്പൊ സമാധാനം ഉണ്ടാവില്ല. അയാൾ സന്തോഷപൂർവ്വം ഒഴിവാക്കാൻ വന്നു. ഞാൻ ആളുകൾ തമ്മിലുള്ള വിഷമം എന്തെങ്കിലും തീരും എന്നുള്ള ഒരു പ്രതീക്ഷയില് ഗുണകരമായിട്ടാണ് ചോദിച്ചത്. വേറൊരു ചാൻസ് കൂടെ തരുന്നു. ഞാൻ ഖേദപൂർവ്വം ആ ചോദ്യം പിൻവലിക്കുന്നു. ശരി, താങ്കൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സ്വാമിജിക്ക് മതസ്പർദ്ധ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നൽകാനുള്ള സന്ദേശം ഇവിടെ കൂടിയിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങളോട് എന്നറിയാനാണ് എനിക്ക് താല്പര്യം. മതസ്പർദ്ധ ഉണ്ടാവാതിരിക്കാൻ എന്താണ് സന്ദേശം? അവിടെ ഒരു മുസ്ലിം സഹോദരങ്ങളോട് എന്നൊരു
ഒരു അനുബന്ധം കൂടി ചോദ്യകർത്താവ് വെച്ചിട്ടുണ്ട്. മുസ്ലിം സഹോദരങ്ങളോട് ഒന്നും പറയാനില്ല, ഹിന്ദു സഹോദരങ്ങളോട് ഒന്നും പറയാനില്ല, ക്രിസ്ത്യൻ സഹോദരങ്ങളോട് ഒന്നും പറയാനില്ല, മനുഷ്യനോട് പറയാനുണ്ട്. ഓരോ ദേശകാലങ്ങളിൽ ആവിർഭവിച്ച ശാസ്ത്രങ്ങളിൽ ആ ദേശത്തിന്റെയും കാലത്തിന്റെയും സവിശേഷതകളാർന്ന ഉപദേശങ്ങളെയും നിത്യവും ചിരന്തനവുമായ ഉപദേശങ്ങളെയും വേർതിരിക്കാൻ പഠിക്കുക. ഒന്നാമത് വേണ്ടത് അന്ധമായ മതവിധേയത്വമോ, അന്ധമായ രാഷ്ട്രീയ വിധേയത്വമോ, അന്ധമായ കുടുംബ വിധേയത്വമോ, അന്ധമായ ഗ്രാമവിധേയത്വമോ ഒന്നും തന്നെ നമ്മുടെ ബുദ്ധിയെ മലിനപ്പെടുത്താതെ മറയ്ക്കാതിരിക്കട്ടെ. ഇത് പറയാൻ കാരണം, മതം ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം പ്രശ്നം വിതച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, മതം പരസ്പര സ്പർദ്ധയെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ലോകം കടന്നു പോകുന്നത്. പ്രശ്നങ്ങൾ ഭയപ്പെടുന്നു. ഇവിടെ തന്നെ ഒരു ചോദ്യം ഉന്നയിച്ചു, അയാൾ പിൻവലിച്ചു, അതുകൊണ്ട് അതിന് മറുപടി പറയുന്നില്ല. പക്ഷെ പ്രശ്നത്തെ സമൂഹം ഭയപ്പെടുന്നു. എന്തിനു വേണ്ടിയിട്ട്? കൂടുതൽ സൂക്ഷ്മതലത്തിലേക്ക്, ഏകാഗ്രതലത്തിലേക്ക് മാനവൻ ഉയരാൻ കഴിയും. അങ്ങനെ കഴിയുന്നതിലൂടെ മാത്രമേ പരം തത്വത്തെ സാക്ഷാത്കരിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ നമുക്ക് കുറെ പുസ്തകങ്ങൾ അവിടുന്ന് ഇവിടുന്ന് പഠിച്ചിട്ട് പ്രസംഗിക്കാൻ കഴിയും, ധാരാളം കഴിയും. കുറെ പുസ്തകം പഠിച്ചു വിചാരിച്ചോളൂ, ഇഷ്ടംപോലെ പ്രസംഗിക്കാം. പക്ഷേ സ്വാനുഭൂതി വിശേഷത്തിലേക്ക് ഉയരില്ല. താൻ എടുക്കുന്ന ഭാരം എന്തിൻ്റെതാണെന്ന് അറിയാതെ നമ്മൾ പ്രസംഗമായിട്ട് നടക്കും. വേദത്തിൽ അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, തന്നെ വേദ കിമിച്ചാ കരിഷ്യതി എന്ന്. അങ്ങനെയല്ല, ഈശ്വരനാൽ പറയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു വ്യക്തിയിലൂടെ ആവിഷ്കരിക്കപ്പെട്ടതും ഒരു ജനവിഭാഗം സ്വീകരിച്ചതുമായ ഗ്രന്ഥത്തിലെ ഈശ്വരനാണ്. അഥവാ സർവേശ്വരനാണെങ്കിൽ ഒരവസാനം അവിടെ പറയില്ല. എന്തുകൊണ്ടെന്നാൽ മനുഷ്യന്റെ ബുദ്ധിക്കും അന്വേഷണത്തിനും തപസ്സിനും ജ്ഞാനത്തിനും പരിമിതി കൽപ്പിക്കാൻ സാധ്യമല്ല. എത്രയോ ആചാര്യന്മാരുണ്ടായി എന്ന് അംഗീകരിക്കുന്നവരെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ എന്താ യുക്തി? അതുകൊണ്ട് ആചാര്യ പരമ്പരയ്ക്ക്, മഹജ്ജനങ്ങളുടെ പരമ്പരയ്ക്ക് വിരാമചിഹ്നം ഇടാതിരിക്കുക. യുക്തിപൂർവം വിചാരം ചെയ്ത് നല്ല ഉപദേശങ്ങള് സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്ന ഒന്നായി കാണാനുള്ള ശ്രദ്ധിക്കുക. അടിസ്ഥാനപരമായ ഓരോ സമൂഹത്തിന്റെയും അടിസ്ഥാന വീക്ഷണത്തെ കണ്ടറിഞ്ഞ് അതിനെ അംഗീകരിക്കാനുള്ള മനസ്ഥിതി. അത് നിന്ദ്യമാണെന്ന് പറയാനല്ല, അത് തെറ്റാണെന്ന് പറയാനല്ല. തെറ്റെന്നുള്ളത് ഒരു ദൃഷ്ടിയിലൂടെ പറയുന്നതാണ്. തീർച്ചയായിട്ടും മറുപടി പറയാനുണ്ടാവും. ഇവിടെ പ്രമാണം അനുസരിച്ചാണ് പറയുന്നത് എന്നുള്ളത്. ആ പ്രമാണം ഒരാൾക്ക് ഒന്ന് സ്വീകാര്യമാണെങ്കിൽ മറ്റേയാൾക്ക് മറ്റൊന്നും സ്വീകാര്യമാണ്. ഒരു ക്രിസ്ത്യാനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ബൈബിളായിരിക്കും അയാൾക്ക് പരമ സ്വീകാര്യം. അതിനപ്പുറത്ത് അയാളൊന്നും പറയില്ല. തീർത്തും ഈ പറഞ്ഞ പോലെയുള്ള കക്ഷിയാണെങ്കിൽ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയായിരിക്കും അയാൾക്ക് പ്രമാണം. അത് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈശ്വരനാൽ പറയപ്പെട്ടതല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അയാൾ ഈശ്വര ദൃഷ്ടി അത് ഉപദേശിച്ചാൽ സൂക്ഷിക്കുന്നുണ്ടോ എന്ന് എനിക്കെങ്ങനെ അറിയും? അതുകൊണ്ട് എനിക്ക് ഒന്നേ ഉള്ളൂ, ലോകത്തിന് നന്മയിലേക്ക് നയിച്ച വിഭാഗീയ ചിന്തയില്ലാത്ത, ഇവിടെ തന്നെ പറയപ്പെട്ടു ഇസ്ലാമിക രാഷ്ട്രമെന്ന്. അങ്ങനെ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രവീക്ഷണം വരുമ്പോഴാണ് ജസീയം വച്ചും വരുന്നത്. അങ്ങനെ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രമണ്ഡലം വരുമ്പോഴാണ് അത് തിരസ്കരിക്കപ്പെടുന്ന സമയത്ത് സന്തോഷപൂർവ്വം താടി പഠിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോ പത്രങ്ങളിൽ വരുന്നത്. സ്വമേധയാ താടി വെച്ചാൽ നല്ലത്, സ്വമേധയാ മുട്ട പിടിച്ചാൽ നല്ലത്. അവനവന്റെ ഇഷ്ടമാണ്. നമ്മൾ മുട്ട പിടിക്കുന്നു, പൂർണ്ണ ക്ഷൗരമാണ് കന്യാസി നമ്മൾ ചെയ്യുന്നത്. അത് അടിച്ചമർത്തലിലൂടെ അല്ല. ഇവിടെ പലരും താടി വയ്ക്കുന്നു, സ്വന്തം ഇഷ്ടപ്പെടാറ് നല്ലതാണ്. പക്ഷെ ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലിലൂടെ ആകുമ്പോൾ, അതിന് മതത്തിന്റെ പ്രാമാണികത കൽപ്പിക്കുമ്പോ ചിലപ്പോ പറഞ്ഞേക്കാം അത് പ്രമാണമല്ല, ഈ പറയുന്നത് പ്രമാണം എന്ന് വേറെ പക്ഷം പറഞ്ഞേക്കാം. പറയുമെന്നറിയാം, കാരണം അത്തരമൊക്കെ ചർച്ചകൾ കേട്ട് കഴിഞ്ഞു. സ്വാമിജി അറിയാണ്ടും അഥവാ അറിഞ്ഞിട്ട് തെറ്റായിട്ടോ പറയുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആവർത്തിച്ച് പറയപ്പെട്ട ശ്രുതി സ്മൃതി ഭേദം മനസ്സിലാക്കാത്ത ആളല്ല ഈ പ്രഭാഷകനും. പക്ഷെ അറിഞ്ഞില്ലെന്ന് നടിക്കുന്നു. അത് നിവൃത്തിയില്ല. ഒരു കൈ അടിക്കേണ്ട ഒരു വികാരവും ആർക്കും ഉണ്ടാക്കേണ്ട. അത് അന്ധമായ സമീപന രീതിയാണ്. നമുക്ക് ആവശ്യം അറിവാണ്, വിവേകമാണ്. വിവേകവും വികാരവും ഒന്നിച്ചിരിക്കുന്ന രണ്ട് ശത്രുക്കളാണ്. ഒന്ന് വന്നാൽ മറ്റത് പോകും. അതുകൊണ്ട് വിവേകത്തെ ആശ്രയിക്കുക. എവിടെ തെറ്റും ശരിയും കാണുന്നു അതിനെ സദാചാരവും സാമൂഹികവുമായ നിയമങ്ങൾക്കനുസരിച്ചും ലോകത്തിന്റെ പുരോഗതിയിലേക്കും ശാസ്ത്രത്തിന്റെ ഓരോ കണ്ടുപിടുത്തങ്ങളെ സ്വീകരിക്കുന്നതിനനുസരിച്ചും മനസ്സിലാക്കുക. അവനവന്റെ പുസ്തകമായതുകൊണ്ട് ഇത് മാത്രം പ്രമാണം എന്നുള്ള ചിന്ത ഒരാൾ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ശതകം ഒന്ന് മുമ്പ് പേപ്പർ ഓൺ ഹിന്ദുയിസം എന്നുള്ളത് അവതരിപ്പിക്കുന്നതിന് ഭൂമിക ഉണ്ടാക്കിക്കൊണ്ട് വിവേകാനന്ദ സ്വാമികൾ ചിക്കാഗോ അഡ്രസ്സിൽ കിണറിലെ തവളയുടെ ദൃഷ്ടാന്തം പറഞ്ഞിട്ടുണ്ട്. ആ തവള കിണർ മാത്രം ലോകം
വിശ്വസിക്കുന്നു സർവനാശത്തിലേക്ക് എത്തുകയും ചെയ്തു. അതുപോലെ നമുക്ക് പറയാം, ഞാൻ ഹിന്ദുവാണ്, ഇത് മാത്രമാണ് ശരി, എനിക്ക് പ്രമാണമുണ്ട്, ഇത് ഈശ്വരന്റെ നിന്ന് ഇറങ്ങി വന്നത് അസ്യ മഹതോ ഭൂതസ്യ വിശ്വസിതമേത് ഋഗ്വേദം എന്നുള്ള പ്രമാണം നേരത്തെ ചൊല്ലി. എന്റെ വേദത്തിലെ പ്രമാണം എന്താ, തെറ്റാണോ? അതുപോലെ ഇസ്ലാമിന് പറയാം, ഇത് ഈശ്വരൻ നേരിട്ട് ഇറക്കിയിട്ടുള്ള അതുകൊണ്ട് ഇത് മാത്രം ശരി. ഇത് ക്രിസ്ത്യാനിക്ക് പറയാം, അതല്ല വേണ്ടത്. അങ്ങനെ പറയാനാണോ സ്നേഹസംവാദം? എങ്കിൽ അത് ആത്യന്തികമായി സ്നേഹമല്ല ഉണ്ടാക്കുക. അതുകൊണ്ട് മതസ്പർദ്ധയുടെ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുക, സാക്കാല മതത്തിലൂടെയും ആചാര്യന്മാർ ഉപദേശിച്ച മഹനീയമായ ഒരു ധാർമ്മിക മൂല്യങ്ങളുടെ അടിത്തറയുണ്ട്. അതിനെ സ്പർശിച്ചറിയാൻ ശ്രമിക്കുക, അതിനെ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ ശ്രമിക്കുക. അതിനെ സ്വയം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ മതത്തിനുപരിയിട്ടു. അപ്പോഴാണ് ആ ഈശ്വരീയമായ ജ്ഞാനത്തിലേക്ക്, പരമമായ ശാന്തിയിലേക്ക് സ്വയം ഉയരുന്നത്. അല്ലാത്ത പക്ഷം ശ്രീനാരായണ ഗുരുദേവൻ വിലപിച്ചിട്ടുണ്ട്, ഒരു ആനയിൽ അന്ധരെന്ന പോലെ പലമതസാരവും ഏകമെന്ന് പാരാതെ എന്ന് ശ്രദ്ധിക്കുക. ഉലകിൽ ഒരു ആനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി വാമരന്മാർ ഇങ്ങനെ പറഞ്ഞു നടക്കും. അത് കേട്ട് അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മളും ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, അന്ധനൈവ നീയമാന യഥാന്ധ എന്ന്. അതുകൊണ്ട് നമ്മൾ വേണ്ടത് ലോകത്തെ ഒന്നായി ഉൾക്കൊള്ളുന്ന സകല ലോകത്തിനും ശാന്തിയെ ആശീർവദിച്ച ഒരു വിഭാഗീയ ചിന്തയില്ലാത്ത ദർശനത്തെ ഏത് മതഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് പോയാലും നമുക്ക് കാണാൻ കഴിയും. അത് ഖുറാനിൽ പോയാൽ കാണാൻ കഴിയും, ബൈബിളിൽ പോയാൽ കാണാൻ കഴിയും, വേദത്തിൽ പോയാൽ കാണാൻ കഴിയും, ഏത് ഉപദേശത്തിൽ പോയാൽ കാണാൻ കഴിയും. അതിനെ സ്വീകരിക്കുക. ബാക്കിയുള്ളത് സത്യസന്ധമായി ആത്മവഞ്ചന ചെയ്യാതെ അത് ചെയ്യുന്നതിന് വൃത്തിയില്ല. ഇത് ദേശകാലങ്ങൾക്കനുസരിച്ച് പരിമിതമാർന്ന വീക്ഷണമായതുകൊണ്ട് ഇവിടെ ഇത് പ്രാവർത്തികമല്ല. അല്ലെങ്കിൽ നേരത്തെ ചെയ്ത ചോദ്യം ഇവിടെ പ്രസക്തമായി നിൽക്കുന്നു. ഇത് ശ്രുത്യംശം ആണ്, ഒരു യുദ്ധം വരുന്ന സമയത്ത് മാത്രമുള്ളതാണെന്ന് പറയപ്പെട്ടാലും അത് എല്ലാ കാലത്തും പ്രാവർത്തികമാണെന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധകരെ ഉപദ്രവിക്കാനുള്ള ഉപദേശങ്ങൾ ഖുറാന് സമ്മതമാണോ? ഒരു ചോദ്യം ഹിന്ദുവിന് ചോദിക്കാനുള്ളതാണ്. അല്ലാതെ സ്മൃതിയാണെന്ന് പറഞ്ഞോ, നമ്മൾ രണ്ടും ഒന്ന് തന്നെയാണ് പറഞ്ഞത്. ഏത് ഗ്രന്ഥത്തിലും ഈ ശ്രുതി സ്മൃതി ഭേദം വരും. സ്മൃതിയിൽ മുറുകെ പിടിച്ചാൽ അടി തീരില്ല. അല്ല, ശ്രുത്യംശത്തിലേക്ക് പോയോ അവിടെ എല്ലാത്തിന്റെയും നന്മ മനസ്സിലാക്കി നമുക്ക് ഉയരാം. ഏതാ വേണ്ടത്? സ്വയം വിലയിരുത്തുക, സ്വീകരിക്കുക. വാക്കുകൊണ്ട് പലതും പറയാനൊക്കെ തിരിച്ചും പറയാം. അവനവന്റെ ഗ്രന്ഥത്തിൽ ഉറച്ചിരുന്നുകൊണ്ട് പ്രമാണ ശബ്ദം പറയാം. അതുകൊണ്ട് പ്രയോജനമില്ല. യുക്തിക്കും സർവ്വദേശത്തിനും നിരക്കുന്നതായിരിക്കണം. ദേശകാലങ്ങളുടെ പരിമിതിയിൽ നിന്നുപരിയുള്ളതായിരിക്കണം. അങ്ങനെ വിവേകത്തോടുകൂടി ചിന്തിക്കാൻ നമുക്ക് സാധിച്ചാൽ, ഏത് മതത്തിന്റെയും ആചാര്യൻ ഉപദേശിച്ച ആചരണങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ, നമുക്ക് അടിസ്ഥാനപരമായ ആചാരം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ആഴ്ന്നിറങ്ങിയാൽ ശാന്തിയും സമാധാനവും ഏതൊരു മനുഷ്യനും സിദ്ധിക്കും. അതല്ല ഇതാണ് പ്രമാണം, ഇത് മാത്രമാണെന്നാണോ, മറ്റതെല്ലാം കലർപ്പുണ്ടെന്നാണോ, സ്വാഭാവികമായും അത് സാമൂഹികമായ വൈപരീത്യത്തിന് വഴിവെക്കും. ഇല്ലെങ്കിൽ ഈ ചോദിച്ച ചോദ്യം ഇത് ശ്രുതിയാണ്, സനാതനമാണെന്നുണ്ടെങ്കിൽ യുദ്ധകാലത്തിലാണ് ഇവിടെ വ്യക്തമായി പറയപ്പെട്ടു. അതിങ്ങനെ വരുന്നത് ഒരു കാലത്തിന് മാത്രമുള്ളതാണ്, സർവകാലികമല്ല. ഇത് മനസ്സിലാക്കിക്കാൻ നമുക്ക് കഴിയണം. സമൂഹത്തെ മനസ്സിലാക്കിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇവിടെ പ്രഭാഷണം ചെയ്ത വ്യക്തിയെ പോലെയോ ഉദ്ബുദ്ധരായ ഖുർആൻ വിദ്വാൻമാരെ പോലെയോ സാമാന്യ ഇസ്ലാം സഹോദരന്മാർക്ക് അത്രയ്ക്ക് വിവരമുണ്ടെന്ന് തോന്നുന്നില്ല. സാമാന്യ ഹൈന്ദവെന്ന് പറയുന്നവർക്ക് വൈദികാശയങ്ങളെ കുറിച്ച് സാമാന്യ വിവരമുണ്ടെന്ന് തോന്നുന്നില്ല. സാമാന്യ ക്രിസ്ത്യാനി എന്ന് പറയുന്ന കൂട്ടർക്ക് ബൈബിളിന്റെ സാരം അറിയും തോന്നുന്നില്ല. അപ്പൊ എന്തുണ്ടാവും? അവർ നമുക്ക് കലഹയുണ്ടാവുള്ളൂ. അതുകൊണ്ട് വിദ്വാൻമാർ പറഞ്ഞ് മനസ്സിലാക്കാൻ തയ്യാറുണ്ടോ ഇത് സ്മൃത്യംശമാണെന്ന്? എന്നാൽ ഒരു കലഹവും ഇല്ല. ഇല്ലേ, മതത്തിന്റെ പേരിലുള്ള ചോരപ്പുഴകൾ ഇനിയും വർദ്ധിക്കുകയുള്ളൂ. അതാണ് നമ്മൾ ലോകത്ത് കാണുന്നത്. അതല്ല നമുക്ക് ആവശ്യം. സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാഹ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖമാപ്നുയാത് എന്ന് ഋഷി പറഞ്ഞത് നമുക്ക് ആവർത്തിക്കാം. അവിടെ ദേശകാല പരിമിതിയില്ല. ശ്രദ്ധിക്കുക. ഇതാണ് പറയാനുള്ളത്. ഇത് ഹൈന്ദവരോടോ, ഇത് ഇസ്ലാമിനോടോ, ഇത് ക്രിസ്ത്യാനിയോടോ അല്ല, മനുഷ്യനോടുള്ളതാണ്. ശ്രദ്ധിക്കുക. സുഹൃത്ത ചോദ്യം വർഗീയത ഇല്ലാതെയാക്കുവാനുള്ള നിർദ്ദേശത്തെ കുറിച്ചാണ്. സ്വാമിജി പറഞ്ഞതുപോലെ തന്നെ ഇസ്ലാമിന് ആ വിഷയത്തിൽ മനുഷ്യരോടൊന്നിച്ച് ആണ് കാര്യങ്ങൾ പറയാനുള്ളത്. ഖുർആനിലെ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ വചനത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ പ്രമാണബദ്ധമായ കാര്യങ്ങൾ ഞാൻ പറയുന്നു. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഖുർആൻ പറയുകയാണ്, മനുഷ്യരെ, നിങ്ങളെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. നിങ്ങൾ ഗോത്രങ്ങളും വർഗങ്ങളും വിഭാഗങ്ങളുമായി തിരിഞ്ഞിട്ടുള്ളത്
പരസ്പരം മനസ്സിലാക്കുന്നതിനാണ് നിങ്ങളുടെ കേവല മേൽവിലാസങ്ങളാണ്. നിങ്ങളിൽ ഉത്തമൻ നിങ്ങളുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളാണ്. ദൈവം തമ്പുരാനിൽ ഉത്തമനായി തീർന്നവരാണ്. അവിടെ കേവലമായ ജന്മത്തിന്റെ അടിസ്ഥാനത്തിലുള്ള എല്ലാ സങ്കുചിതത്വങ്ങളിൽ നിന്ന് നമ്മൾ മുക്തരായി ധർമ്മത്തെയും സത്യത്തെയും അന്വേഷിക്കുക. സത്യാന്വേഷണം സ്വാഭാവികമായി മനുഷ്യന്റെ ഒരു ജീവിത ത്വരയാണ്. സ്വാഭാവികമായി സത്യാന്വേഷണത്തിൽ ഏർപ്പെടുമ്പോൾ ദാർശനിക രംഗത്തുള്ളവർ ശരി എന്ന് തോന്നുന്നത് തുറന്നു പറയുകയും ശരിയെന്ന് മനസ്സിലാക്കിയ തുറന്നു പറയുകയും തെറ്റാണ് എന്ന് ബോധ്യമുള്ളത് അത് പറയുകയും ചെയ്യും. നമുക്ക് ഏത് രംഗത്തും ഏത് ലോകത്തും ഏത് പ്രദേശത്തുമുള്ള ദാർശനികരായ ആളുകൾ പറഞ്ഞു നമുക്ക് കാണാൻ കഴിയും. എല്ലാവരും പരസ്പരം അംഗീകരിക്കുക എന്ന കേവല തത്വം മാത്രം വെച്ച് പരസ്പരം ശരിയല്ല എന്ന് തോന്നുന്നതെല്ലാം അവതരിപ്പിക്കാതെയും ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നത് മാത്രം ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നല്ല, മറിച്ച് സ്വാഭാവികമായി കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യപ്പെടണം. ചർച്ച ചെയ്യപ്പെടുമ്പോൾ സ്വീകരിക്കുവാനും കൊള്ളാനുമുള്ള കാര്യങ്ങൾ നമുക്ക് സ്വയം ബോധ്യപ്പെടും. സ്വാമിജി പ്രമാണത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മനപ്പാടണം. എനിക്ക് പറയാനുള്ള ഇസ്ലാമികമായ വീക്ഷണത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ ഏത് കാര്യത്തിലായിരുന്നാലും ഈ സ്വാഭാവികമായ വീക്ഷണ വ്യത്യാസം ഉണ്ടാകാം. ആ വീക്ഷണ വ്യത്യാസം സ്വാഭാവികമായി തന്നെ ഏകദൈവ വിശ്വാസത്തിലും ഏകദൈവ ആരാധനയിലും വിശ്വസിക്കുമ്പോൾ ബഹുദൈവാരാധന ശരിയല്ല എന്ന് എനിക്ക് എന്റെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയേണ്ടി വരും. അങ്ങനെ ബഹുദൈവാരാധന ശരിയല്ല എന്ന് പറയുന്നത് കൊണ്ട് മാത്രം കലാപം ഉണ്ടാവുകയില്ല. ബഹുദൈവാരാധന അനുസരിച്ച് ജീവിക്കുവാൻ അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം നൽകപ്പെടുന്നിടത്തോളം കാലം അവിടെയാണ് വ്യത്യാസം സ്ഥിതി ചെയ്യുന്നത്. അടിസ്ഥാനപരമായ ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക. വർഗീയതയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം വളരെ വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവനും വർഗീയതയ്ക്ക് വേണ്ടി വാദിക്കുന്നവനും വർഗീയതയ്ക്ക് വേണ്ടി പോരടിക്കുന്നവനും എന്നിൽപ്പെട്ടവനല്ല. ഒരാൾ വർഗീയതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് പോലും ഇസ്ലാമികമായി തെറ്റാണ്. അതെന്താണ് വർഗീയത എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. വർഗീയത എന്ന് പറഞ്ഞാൽ ഒരേ കാര്യം തന്നെ സ്വന്തം വർഗത്തിൽപ്പെട്ടവൻ സ്വന്തം ആൾ പറയുമ്പോൾ അത് ചെയ്യുമ്പോൾ അത് ശരിയാണ് എന്ന് പറയുകയും അതേ കാര്യം പുറത്തുള്ളവൻ ചെയ്യുമ്പോൾ തെറ്റാണ് എന്ന് പറയുകയും ചെയ്യുന്ന കുടിലമായ മനസ്ഥിതി. തീർച്ചയായും ആ ഒരവസ്ഥാവിശേഷം ഇല്ലാതെയായാൽ ആയ തെറ്റ് ചെയ്താലും തെറ്റി എന്ന് ലോകത്തിന്റെ മുന്നിൽ തെറ്റായ കാര്യങ്ങൾ തെറ്റി എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അടിസ്ഥാനപരമായ കാര്യമാണത്. അതോടൊപ്പം തന്നെ ദാർശനികമായ ചർച്ചകൾ നടക്കണം. ഇവിടെ സ്വാമിജി സൂചിപ്പിച്ചു, ഇസ്ലാമിക പ്രമാണം പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്തുമാണ് ശരി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശ്രീ ശങ്കരാചാര്യ അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങൾ വിശദീകരിച്ചപ്പോ ബാക്കി അന്ന് ഭാരതത്തിൽ തന്നെ നിലവിലുണ്ടായിരുന്ന മോക്ഷസിദ്ധിയുടെ മാർഗമായി പറഞ്ഞിരുന്ന സിദ്ധാന്തങ്ങളെ വിമർശിച്ചിട്ടില്ലേ? സാങ്ക്യ സിദ്ധാന്തത്തെ ശക്തമായി അദ്ദേഹം വിമർശിച്ചിട്ടില്ലേ? ലോക സിദ്ധാന്തത്തെ വിമർശിച്ചുകൊണ്ടല്ലേ അദ്ദേഹം സ്ഥാപിച്ചത്? അതേപോലെ തന്നെ ശങ്കരാചാര്യരുടെ വാദത്തെ ശക്തമായി വിമർശിച്ചുകൊണ്ടല്ലേ രാമാനുജാചാര്യർ കടന്നു വന്നത്? രാമാനുജാചാര്യരുടെ വാദത്തെ വിമർശിച്ചുകൊണ്ട് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ വിമർശിച്ചുകൊണ്ടല്ലേ മാധ്വൻ കടന്നു വന്ന മാധ്വാചാര്യർ കടന്നു കൊണ്ടുവരാതെ ദാർശനികമായി കാര്യങ്ങൾ പഠിക്കുകയും വിമർശിക്കുകയും ചെയ്യാം. ഇസ്ലാമിനെ സുന്ദരമായി സ്വാമിജി വിമർശിച്ചു. ഇസ്ലാമിനെ ആ കാര്യത്തിൽ എന്ത് പറയാനുണ്ടെന്ന് ഞാൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇതിലേക്കത്തെ കാര്യം പറഞ്ഞു. ഞാൻ വീണ്ടും പറയുന്നു, ശുദ്ധ്യംശം എന്നുള്ള പദവൈദികമായിരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അനുസരിച്ച ധാർമ്മിക പദ്ധതിയാണ് ഇതിന്റെ മനുഷ്യ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ വശങ്ങളിൽ അനുഷ്ഠിക്കേണ്ട പദ്ധതിയാണ് പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്ത് പറയുന്നത്. ആ പദ്ധതി ഓരോ സന്ദർഭങ്ങളിൽ കടന്നു വരുന്ന ജീവിതാവസ്ഥയുമായി ബന്ധപ്പെടാം. വിവാഹം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് വിവാഹിതനല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബാധകമല്ല. അതുകൊണ്ട് ഖുർആനിലെ ഉപദേശങ്ങളെല്ലാം ഒരു പ്രത്യേക കാലത്തേക്കും പ്രത്യേക വ്യക്തിക്കും മാത്രമുള്ളതാണ് എന്നാണ്. അല്ല, പുരുഷനോട് പറയുന്ന ഉപദേശമുണ്ട്, അത് സ്ത്രീക്ക് ബാധകമല്ല. അതുകൊണ്ട് ഖുർആനിലെ പുരുഷനോട് പറയുന്ന ധാർമ്മിക നിർദ്ദേശങ്ങൾ സർവകാലികമല്ല എന്നാണോ? അല്ല, മറിച്ച് ഓരോ സമയത്ത് അതിന്റെ സന്ദർഭത്തിനനുസരിച്ച് കടന്നു വരുന്നതാണ്. ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുണ്ട്. ഞാനിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. വേദശബ്ദത്തെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടില്ലേ? ബ്രഹ്മസൂത്രം ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടില്ലേ? വ്യത്യസ്തങ്ങളായ വാക്യങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടില്ലേ? അതിന്റെ അടിസ്ഥാനത്തിൽ കലാപങ്ങൾ ഉണ്ടായിട്ടില്ലേ? അതിന്റെ എല്ലാം ഉത്തരവാദിത്വം ഏതെങ്കിലും ദർശനത്തിനാണോ? അതല്ല, ഇവിടെ ദർശനത്തിന് ഏതിന്റെ ഉത്തരവാദിത്വവും ഞാൻ കൽപ്പിച്ചു കൊടുത്തിട്ടില്ല. എന്റെ സംസാരത്തിൽ ഇവിടെയുണ്ടായ ശൈവ വൈഷ്ണവ സംഘടനകളോ അതല്ലെങ്കിൽ ഇവിടെയുണ്ടായ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ബൗദ്ധദർശനത്തെ കുറിച്ച് പറഞ്ഞു, ബൗദ്ധദർശനത്തിനുണ്ടായ പ്രശ്നങ്ങളോ ബൗദ്ധദർശനം തുടച്ചു നീക്കപ്പെട്ട അവസ്ഥയോ അതിന് ചരിത്രപരമായി പലരും വിശദീകരിച്ചിട്ടുള്ളതാണ്. ഞാൻ അതൊന്നും തന്നെ ഒരു ദർശനത്തിന്റെ പ്രശ്നമായി, മറിച്ച് പ്രമാണത്തെ കുറിച്ചാണ് നമ്മൾ ചെയ്തത്. പ്രമാണം ദൈവികമായിരിക്കണമെന്നും ആ ദൈവിക പ്രമാണം വഴികാട്ടിയായി നിൽക്കേണ്ടത് അതിന് യുക്തിവിരുദ്ധമായി യാതൊന്നുമുള്ളതായി എത്താൻ കഴിയുന്നില്ല. എന്നെ സംബന്ധിച്ച് ഒരു വേദാദിയായിരുന്നാലും ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യാനിയായിരുന്നാലും ഒരു ഭൗതികവാദിയായിരുന്നാലും ഒരു മാർക്സിസ്റ്റുകാരനായിരുന്നാലും ഒരു യുക്തിവാദിയായിരുന്നാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവനായിരുന്നാലും അയാൾക്കുമായ ബുദ്ധിമാൻ
മാത്രം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ധാർമ്മിക സിദ്ധാന്തങ്ങൾ അത് അസ്വീകാര്യമാണ്. എനിക്ക് എന്റെ ജീവിതത്തെ എങ്ങനെ പരിവർത്തിപ്പിക്കണമെന്ന് ജീവിതത്തിന്റെ സകല രംഗത്തേക്കും കൃത്യമായ മാർഗദർശനം ആവശ്യമുണ്ട്. ആ മാർഗദർശനം തേടി സാധനകളിൽ ഏർപ്പെടുക എന്ന ഒരു ഏർപ്പാടിന് എന്നെ സംബന്ധിച്ചിടത്തോളം വിവാഹമില്ല. അവിടെയായി വ്യക്തമായി എന്ത് ശരി എന്ത് തെറ്റ് മനസ്സിലാക്കി തരുന്ന പ്രമാണം ആവശ്യമുണ്ട്. എന്റെ ജീവിതാരംഗത്തും എന്താണ് അനുഷ്ഠിക്കേണ്ടത് എന്ന പരമായ വിഷയങ്ങളിൽ മാത്രമല്ല, എല്ലാ രംഗത്തും എല്ലാ രംഗത്തും പറയും ആ രംഗത്തേക്ക് മാത്രമാണ് അത് പ്രായോഗികം നല്ല അർത്ഥം. മറിച്ച് ആ രംഗമെത്തുമ്പോൾ അവിടെ പ്രമാണിക്കുന്നതാണ്. അവിടെ എല്ലാ രംഗത്തേക്കും എന്റെ ജീവിതത്തെ പ്രചോദിതമാക്കുന്ന രീതിയിൽ വ്യക്തമായ പരാമർശങ്ങളുണ്ട്. നമ്മുടെ ലോകത്തിലെ മുസ്ലിങ്ങളൊന്നും തന്നെ പരിശുദ്ധമായ ബുദ്ധരംഗത്തുള്ള ആയത്തുകൾ മറ്റുള്ളവരെ കൊല്ലുവാനുള്ള പ്രഖ്യാപനങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടുമില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇവിടെ ആ രംഗത്ത് മാത്രം കലാപങ്ങൾ ഉണ്ടാക്കേണ്ടിയിരുന്നു. പല കാലത്തിലും 1000-ഓളം കൊല്ലം മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യം ഭരിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അവിടെ ഈ രംഗത്ത് ഒരു അമുസ്ലിമിന് അയാൾ അമുസ്ലിമായി എന്ന കാരണത്താൽ കൊല ചെയ്തതായി എവിടെയും നമുക്കറിയില്ല. ഇത് ഞാൻ ഒരു തെളിവാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ കൃത്യമായി പല കാര്യങ്ങളുണ്ട്, അതിനെ തെറ്റിയിട്ടുണ്ട്. കാഫറുകൾ എന്നുള്ള പദത്തെ പോലും തെറ്റപ്പെട്ടിട്ടുണ്ട്. ആ കാഫറിന് ഖുർആൻ കൊടുക്കാൻ പാടില്ല ഒരവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട്. അത് ശരി, അത് ഖുർആനെ തെറ്റായി മനസ്സിലാക്കുകയാണെങ്കിൽ പുരോഹിതന്മാർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെടുകയോ ചെയ്യുമ്പോഴാണ്. അവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാണ്, നീ പുരോഹിതൻ പറയുന്ന ഖുർആൻ തൊടാൻ പറയുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയാൻ എന്റെ കയ്യിലുള്ള പ്രമാണം ഖുർആനാണ്, പ്രവാചക സത്യയാണ്. അവിടെ കൃത്യമായ പ്രമാണമുണ്ട് എന്റെ അടുക്കൽ. അതാണ് പ്രധാനപ്പെട്ട എനിക്ക് ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കുവാനുള്ള പ്രമാണം. അവിടെ വാക്കുകൊണ്ടുള്ള കളിയാണ് ഞാൻ കളിക്കുന്നതെന്നാണ് സ്വാമിജി പറയുന്നത്. ദാർശനികമായ ചർച്ചകളിൽ ബഹുമാനനായ സ്വാമിജി അത്തരം പദപ്രയോഗമാണെങ്കിൽ അതാണ് നല്ലത്. എന്റെ സദസ്സ് വെച്ചപ്പോൾ സ്വാമിജി തന്നെ പറഞ്ഞ ഒരു വികാര പ്രകടനത്തിലേക്ക്, ഒരു വൈകാരികമായ തർക്കത്തിലേക്ക്, വൈകാരിക ചർച്ചയിലേക്ക് ഇത്തരം സംബന്ധിക്കുക. നമ്മൾ മനസ്സിലുള്ള നമുക്ക് എനിക്കും സ്വാമിജിയെ കുറിച്ച് പറയാം. അത് ശരിയായ രീതിയല്ല. ശരി, അദ്ദേഹം പദങ്ങൾ കൊണ്ട് അമ്മാനമാടുകയാണ് എന്നാണ് നമുക്ക് പറയാം. പദങ്ങളെ അദ്ദേഹം തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്ന് പറയാം. പക്ഷേ അദ്ദേഹം അറിഞ്ഞ കാര്യം അദ്ദേഹം സമർത്ഥമായി പറയുന്നു. അതിന് മറുപടി പറയാൻ സാധിക്കുന്ന രീതി ഞാൻ പറയുന്നു, പറയുള്ളൂ. ഇവിടെ പദങ്ങൾ കൊണ്ടുള്ള ഒരു കളിയോ അതല്ലെങ്കിൽ പരസ്പരമുള്ള തർക്കവിതർക്കങ്ങളോ അല്ല, മറിച്ച് ദാർശനികമായ ചർച്ച. ഇസ്ലാമാണ് സത്യവത ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിന്റെ തെളിവുകൾ ഞാൻ ഉദ്ധരിച്ചു. ഖുർആൻ ദൈവികതയെ ഞാൻ സ്വാഭാവികമായി സ്വാമിജിക്ക് വിമർശിക്കാം. കൂടുതൽ ശരിയല്ല, അദ്ദേഹം ഇവിടെ വിമർശിച്ചു പല കാര്യങ്ങളും. എനിക്ക് സാധിക്കുന്ന രൂപത്തിൽ ഉത്തരം പറഞ്ഞു. അതിന് വൈകാരികമായ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുവാൻ നമ്മളെ ആരും ശ്രമിക്കരുത് എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. ഇത്തരം സ്നേഹ സംവാദങ്ങൾ സ്വാമിജി സൂചിപ്പിക്കലെ ദാർശനികമായ ചർച്ചകളാണ് ഉണ്ടാക്കേണ്ടത്. ദാർശനികമായി തത്വശാസ്ത്രപരമായി അത് ചർച്ച ചെയ്യപ്പെടുകയും അഭിപ്രായ വ്യത്യാസമുള്ളത് പറയുകയും അഭിപ്രായ വ്യത്യാസത്തിന്റെ രംഗത്ത് നമുക്ക് ഓരോരുത്തർക്കും എന്ത് പറയാനുണ്ട് എന്ന് ലോകം അറിയുകയും ചെയ്യണം എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. ഇനി ഉപസംഹരിക്കാനുള്ള സമയമാണ്. സ്വാമിജിക്ക് 10 മിനിറ്റാണ്. ഇവിടെ ഈ സമാപന പ്രഖ്യാപന സമാധാനം കേട്ടു. ദാർശനികമായ ചർച്ചകളും സംവാദങ്ങളും എന്ന് വേണം എന്നുള്ളത് ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന രൂപത്തിലും ഭാവത്തിലും അല്ലാതെ നമ്മളിവിടെ സംസാരിച്ചിട്ടില്ല, സംസാരിക്കില്ല. പക്ഷെ അതേ സമയത്ത് പറഞ്ഞ ആശയം ഇത്രയേ ഉള്ളൂ. അതിവിടെ പറയപ്പെടുകയും കേൾക്കുന്നവർക്ക് വ്യക്തമായി മനസ്സിൽ ചെയ്തിട്ടുണ്ട്. അതായത് പ്രത്യേക യുദ്ധകാലത്തേക്കുമുള്ളത് അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യങ്ങളിലേക്കുള്ളത്, പ്രത്യേക വ്യക്തിവിശേഷത്തിനുള്ളത് എന്ന തോതിൽ നിയമം ഏത് ഉപദേശത്തിലുണ്ട്. എങ്കിൽ അതിന് കൊടുക്കുന്ന ഒരു സാങ്കേതിക പദം മാത്രമാണ് സത്യം. അത് സാങ്കേതിക പദം എനിക്ക് സ്വീകാര്യമല്ല എന്നുള്ളത് കൊണ്ട് ആശയം എനിക്ക് സ്വീകാര്യമല്ലെന്ന് വരുന്നില്ല. ആശയം സ്വീകാര്യമാണെന്ന് ഇവിടെ കേട്ടവർ കേട്ടുകഴിഞ്ഞു. അല്ല ഈ വാക്യം സനാതന പറയുമ്പോൾ അതുകൊണ്ട് നമുക്കൊന്നു തന്നെ ആവർത്തിക്കാനുള്ളൂ. മതസ്പർദ്ധകൾ ഇല്ലാതാവുന്നതിന് എന്ത് വേണ്ടത് എന്നാണ് ഇവിടെ പ്രശ്നം. പ്രസക്തമായ വിഷമതാണ്. അതിന് മറുപടിയാണ് ഇവിടെ വേണ്ടത്. അതിനൊന്നേയുള്ളൂ മറുപടി പറയാൻ. മതത്തിന്റെ അടിസ്ഥാനത്തെ മനസ്സിലാക്കുക, ആചരണ ജീവിതത്തിൽ ആചരിക്കുക. അടിസ്ഥാനപരമായി ആചാര്യന്മാർ ഉപദേശിച്ചവയെ ശരിയായി പഠിക്കാനും മനനം ചെയ്യാനും പരിശ്രമിക്കുക. അങ്ങനെ പരിശ്രമിക്കുമ്പോൾ സകല പരിമിതികൾക്കും ഉപരിയുള്ള കേവലമായ സത്യം വെളിപ്പെടും, നിശ്ചയമായും വെളിപ്പെടും. ആ വെളിപ്പെടുക അവനവനടിയിൽ മനുഷ്യൻ സാധിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാര്യന്മാർ മനുഷ്യരോട് ഉപദേശിച്ചത്. സകല ശാസ്ത്രങ്ങളും അവരോടാണ് ഉപദേശിക്കപ്പെട്ടത്. ഇവയെ അവഗ്രഹം മനുഷ്യന് കഴിയില്ലായിരുന്നെങ്കിൽ മനുഷ്യനോട് ഉപദേശിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഏത് ശാസ്ത്രമായാലും അപഗ്രഹിക്കാനും ഗ്രഹിക്കേണ്ടത് ഗ്രഹിക്കാനും തള്ളേണ്ടതിനെ തള്ള മനുഷ്യന് കഴിയും. കാരണം അവനുള്ള ധിഷണയുണ്ട്. ഈ ധിഷണയെ, ഈ വിശേഷ ബുദ്ധിയെ പണയം വെക്കാതെ ഏത് ശാസ്ത്രത്തിലേക്കും ആഴ്ന്നിറങ്ങുക.
ഉപരിതലത്തിൽ കുടുങ്ങിപ്പോകാതെ ആ രൂപത്തിൽ ഖുർആനിലേക്ക് ആഴ്ന്നിറങ്ങൂ, ബൈബിളിലേക്ക് ആഴ്ന്നിറങ്ങൂ, വൈദിക ഗ്രന്ഥങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങൂ. ചമ്മലുകൾ നീക്കിക്കഴിഞ്ഞ ഉപരി നോക്കിക്കഴിഞ്ഞാൽ അടി കാണാത്ത പോലെ ശാസ്ത്രഗ്രന്ഥങ്ങൾ അത് ആരുടെ ദേശത്ത് ഉപദേശിച്ചതാണെങ്കിലും ശരി, ഉപരിതലത്തിൽ കുടുങ്ങിപ്പോയാൽ കേവലം ഗീത പറയും പോലെ വേദവാദരഥാർത്ഥ നാന്യതസ്തീതി വാദിന, കേവലം വേദത്തിന്റെ വാദങ്ങളിൽ മാത്രം രതി ചെയ്യുന്നവരും ആന്തരിക അർത്ഥത്തിൽ ഉപേക്ഷിക്കാത്തവരുമാണ് അന്യതസ്തീതി വാദിന, വേറൊന്നില്ല എന്ന് വാദം ചെയ്യുന്നവരായി തീരും നമ്മളും. അതിലൂടെ എന്താ നമുക്ക് സിദ്ധിക്കുക? അതല്ല ആവശ്യം. അതുകൊണ്ട് സകല ആചാര്യന്മാർ ഉപദേശത്തിന്റെയും നല്ല ആശയങ്ങളിലേക്ക്, ആഴങ്ങളിലേക്ക് പോവുക. ദേശകാലാതീതമായിരിക്കുന്ന ഉപദേശത്തെ അതിന് അവനവൻ ശ്രമിക്കുക. ആ പരിധം നമുക്ക് യുക്തിയുടെയും ഉപാധിയുടെയും രണ്ടിന്റെയും ബലം ഉണ്ടാവണം. എന്തുമാത്രം ഞാൻ അനുഷ്ഠിക്കണം വേണ്ടതില്ല. അവനവൻ വിശ്വസിക്കുന്ന, അവനവൻ ആചരിക്കുന്ന പണങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള അനുഷ്ഠിച്ചാൽ മതി. വേറൊന്നും ചെയ്യാമെന്ന് പറയുന്നില്ല. ഒരാൾ ക്ഷേത്രോപാസകനാണോ ആവട്ടെ, ഒരാള് ഇസ്ലാം തത്വങ്ങൾക്കനുസരിച്ച് നമസ്കാരാദികളെ ചെയ്തും സക്കാത്ത് തുടങ്ങിയവയെ ചെയ്തും അത് ആവശ്യവും നൈമിത്തികവുമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണോ, അത് മതി. സ്വച്ഛമായ ഭാവത്തിൽ ചെയ്യുക, ഒപ്പം ശാസ്ത്രം പഠിക്കുകയും ചെയ്യുക. ഇത് രണ്ടും ഒത്തുചേരുമ്പോൾ ഇതിന്റെ സൂക്ഷ്മത നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അങ്ങനെ ഗ്രഹിക്കുമ്പോൾ മനസ്സിലാവും ഏത് കാലത്ത് ആചാര്യൻ ഉപദേശിച്ചതിലും സനാതനമായ ആശയം ഉണ്ടാവും, ദേശകാല ഭേദം ഈ ആശയം ഉണ്ടാവും. ഇല്ലാന്ന് പറയുന്നത് കണ്ണടച്ചിട്ടുണ്ടാക്കുക ഉണ്ടാവും. അതിൽ ദേശകാല അതീതമായ തത്വത്തെ ഗ്രഹിക്കാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് ഒരു കമ്പാരിറ്റീവ് റിലിജിയൻ, ആ ഒരു പഠനം കൊണ്ട് നമുക്കുണ്ടാവുന്ന മതങ്ങളുടെ, ദർശനങ്ങളുടെ താരതമ്യ പഠനം കൊണ്ടുണ്ടാവുന്ന പ്രയോജനം, അവനവന്റെ വീക്ഷണം വിശാലമായി തീരുക എന്നുള്ളത്. ആ ഫലം നമുക്കുണ്ടായി തീരുക. അല്ലാതെ ആണോ പഠിക്കുന്നത്? ചെയ്യില്ല. ഈ ഒരു തുറന്ന മനസ്സോടുകൂടി ഏത് ആചാര്യന്റെ ഏത് ഗ്രന്ഥത്തെയും ശാസ്ത്രത്തെയും സമീപിക്കുക. മറ്റൊന്ന് മനസ്സിലാക്കുക, ആചാര്യൊക്കെ ശാസ്ത്രങ്ങളെ ഉപദേശിച്ച് പരമമായ ധ്യാനജനിതമായ അനുഭൂതി വിശേഷത്തിൽ ഇരുന്നു. ഹിറാ ഗുഹയിൽ തപസ് ചെയ്യുന്നതിന് മുമ്പ്, ധ്യാനമഗ്നനാവുന്നതിന് മുമ്പ് നബിക്ക് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. നിരന്തരമായ തപസ്സിലൂടെ അവനവന്റെ ആന്തരിക തലങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിന് മുമ്പ് ഒരു ഋഷിക്കും ഒരു വേദവും പ്രകടമാക്കപ്പെട്ടിട്ടില്ലായിരുന്നു. നിരന്തരമായ തപസ്സിലൂടെ സാത്താനിക ശക്തികളെ അതിജീവിക്കുന്നതിന് മുമ്പ് യേശുവിന് ജ്ഞാനമില്ല. ഈ മഹാത്മാ സ്വജീവിത തപസ് അനുഷ്ഠിച്ചു. ആ തപസ്സിലൂടെയാണ് നബിയായാലും ഋഷിമാരെ ആരായാലും അറിവുള്ളത് ഉണ്ടായി തീർന്നത്. നേരത്തെ ചോദിച്ചു, ഇവർ പൂജിക്കുന്നവരെ പൂജ പോലെ അതുപോലെ ഇവരനുഷ്ഠിച്ചത് നമ്മൾ അനുഷ്ഠിക്കുക. ഇവരനുഷ്ഠിക്കുമ്പോൾ നമുക്കും ബോധതലത്തിലേക്കാൻ കഴിയും. അങ്ങനെ കഴിയുമ്പോൾ മനസ്സിലാവും, അറിവിന്റെ സന്ദേശവാഹകര്, ലോകത്തിന് പ്രകാശം പരത്തിയ മഹാത്മാക്കള് ഒരു കാലത്തും അസ്തമിക്കില്ല, ഒരു കാലത്തും ഇല്ലാതാവില്ല. അവരെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഇപ്പുണ്ട്, ഇനി ഉണ്ടാവുകയും ചെയ്യും. അല്ലേ പരിമിതമായ വീക്ഷണങ്ങൾ മാത്രം ലോകത്തിന് നമ്മൾ പരിമിതിയിലകത്ത് അന്ധസ്വർഗത്തിൽ കഴിയുകയാണോ? താൻ ധരിച്ചു വെച്ചത് മാത്രം ശ്രേഷ്ഠമെന്നുള്ള മനോഗതിയായി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിലൂടെ മാത്രമേ സ്വർഗമുള്ളൂ, ഇതിലൂടെ മാത്രമേ ഈശ്വരപ്രാപ്തിയുള്ളൂ എന്നുള്ള വികല ധാരണയും മറ്റു ഉപദേശയും ആചാര്യന്മാരുടെയും ദർശന സംഹിതകളുടെയും മഹത്വം മനസ്സിലാക്കുക എന്ന ദോഷവും നമുക്ക് സിദ്ധമാകും. അതാണ് അടിസ്ഥാനപരമായി സാമൂഹ്യ സ്പർദ്ധകൾക്ക് കാരണം. ആ സാമൂഹ്യ സ്പർദ്ധകൾ ഉണ്ടാവരുത്. മറ്റൊന്ന്, ഇവിടെ ഒരു പ്രശ്നം ഉന്നയിച്ച സമയത്ത് അത് പ്രശ്നമാവില്ലേ എന്നുള്ള സൂചനയോടുകൂടി ആ പ്രശ്നം പിൻവലിക്കുകയുണ്ടായി. ഇതിന് സമാധാനം പറയുന്ന സമയം ഇസ്ലാം ഭരണാധികാരികൾ ഇവിടെ യാതൊരു അക്കായിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ പറയപ്പെട്ടു. ഇസ്ലാമി തെറ്റിദ്ധരിച്ചൂടെ ധരിപ്പിക്കുന്നു പറയരുത്, വ്യക്തമായി പറഞ്ഞാണ് ഇവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വരും ഒന്ന് പോയി നോക്കുക കാര്യയിലേക്ക്. എന്താണ് അവിടെ സംഭവിച്ചത്? ക്ഷേത്രോപാസനയല്ല, ക്ഷേത്രത്തിന്റെ ഒരു ഘടന അറിയുന്നവർക്ക് അറിയാം, നന്ദി വിഗ്രഹം ചോവിന് മുമ്പിലേക്കാ നോക്കി നിൽക്കുക എന്നുള്ളത്. സഭാമണ്ഡപവും സഭാമണ്ഡപത്തിലെ നന്ദി വിഗ്രഹവും അവിടെ തന്നെ ഉണ്ട്. അതിനപ്പുറത്ത് എന്താ ഉള്ളത്? നോക്കുക, പറയുന്നത് വിശ്വസിക്കേണ്ട, നോക്കുക, നേരിട്ട് പോയിട്ട്. കാശി വരെ പോയാൽ മതിയല്ലോ. എങ്ങനെ സംഭവിച്ചു? ജസിയെ ഏർപ്പെടുത്തപ്പെട്ടു ഭാരതത്തിൽ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. ചില ഇംഗ്ലീഷ് ചരിത്രകാരന്മാർ വിളിച്ചതായിരിക്കാം. അല്ലേ? അതെങ്ങനെ സംഭവിക്കുന്നു? ഇസ്ലാം ഭരണകാലത്തല്ലേ ഉണ്ടായത്? അല്ലാന്ന് പറയാൻ സാധിക്കും. അഥവാ പറഞ്ഞാൽ അവയെ ചരിത്രം, ഈ പറയുന്ന ഉദ്ധരിക്കുന്ന ചരിത്രം സമ്മതിക്കുന്നു. അതെന്ത് സമാധാനം?
അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ഏത് മതത്തിന്റെ ആചാരം ശീലിക്കുന്നവർ, ഞാൻ ഹിന്ദു ആണെന്നും പറഞ്ഞ് ധരിച്ച ഒരുപാട് രാജാക്കന്മാർ ഒരുപാട് താന്തോന്നിത്തം ചെയ്തിട്ടുണ്ടാവും, അംഗീകരിക്കും നമ്മൾ. അതുപോലെ ഇസ്ലാം ഭരണകാലത്തും താന്തോന്നിത്തം നടന്നിട്ടുണ്ടെന്ന് അംഗീകരിക്കുക, അതിനെ വെള്ളപൂശാൻ ശ്രമിക്കുക. അങ്ങനെ വെള്ളപൂശാൻ ശ്രമിക്കുമ്പോൾ സത്യവിരുദ്ധമായി പറയുന്ന വ്യക്തിയാണ് താനെന്ന് കേൾക്കുന്നവർ മനസ്സിലാക്കും. കേൾക്കുന്നവർക്ക് ബുദ്ധിയുണ്ടല്ലോ, അത് ചെയ്യാതിരിക്കുക. എല്ലാവരും രാജാക്കളാണോ അതിദുർമോഹം ഉണ്ടാവും. ഇസ്ലാമായാലും ക്രിസ്ത്യാനായാലും ഹിന്ദു ആയാലും പാഴ്സി യഹൂദനായാലും രാജാക്കന്മാർക്ക് അധികാര ദുർമോഹം ഉണ്ടാവും. ആ അധികാര ദുർമോഹത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് അനീതികൾ അവർ ചെയ്തിട്ടുണ്ട്. ഭരണത്തിന്റെ ബലം ഉപയോഗിച്ച് അതെങ്ങനെ മതവുമായി കൂട്ടിക്കുറയ്ക്കുന്നു. നേരത്തെ ഇസ്ലാം ഭരണാധികാരികൾ ഇവിടെ ഭരിച്ച സമയത്ത് അക്രമങ്ങളോ അതുകളോ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് രാജാധികാരികൾ ചെയ്ത താന്തോന്നിത്തത്തെ മതം വെള്ളപൂശുകയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് സമാധാനം വരും. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഇയാൾ ചോദിച്ച പ്രശ്നം പ്രസക്തമായി തീരും. അങ്ങനെയാണെങ്കിൽ എന്തിന് അഖാഡകൾ രൂപീകരിക്കപ്പെട്ടു? വേദാന്ത പാരങ്കരനായിരുന്ന ശാങ്കര പരമ്പരയിൽപ്പെട്ട മധുസൂദന സരസ്വതി സ്വാമികൾ എന്തിന് അഖാഡ രൂപീകരിച്ചു എന്ന് ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുക, അന്ധമായ മതവിധേയത്വം യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കാതിരിക്കട്ടെ. രാജാക്കന്മാർ അനീതി ചെയ്തിട്ടുണ്ട്, ഹിന്ദു രാജാക്കന്മാർ അനീതി ചെയ്തിട്ടുണ്ട്, ഇസ്ലാം രാജാക്കന്മാർ അനീതി ചെയ്തിട്ടുണ്ട്, ക്രിസ്ത്യൻ രാജാക്കന്മാർ അനീതി ചെയ്തിട്ടുണ്ട്. അത് ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ അല്ല ചെയ്തത്, രാജാവാണ്. രാജനൈതികതയിൽ വരുന്ന അപാകതയാണ്. അതിന് മതത്തിന്റെ പേരിൽ വെള്ളപൂശാൻ ശ്രമിക്കുമ്പോൾ മതം തെറ്റിദ്ധരിക്കപ്പെടും. നമ്മൾ നിന്ദിക്കുന്നത് ഈ മതത്തെ ഉപദേശിച്ച പൂർവ്വാചാര്യനെയായിരിക്കും ഓർമ്മിക്കുക. അത് വൃക്ഷത്തിന്റെ മുമ്പിൽ നിന്ന് അതിന്റെ ശാഖ വെട്ടുന്നതിന് തുല്യമായിരിക്കും എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് അത്തരം വിഷയങ്ങളെ പറഞ്ഞാൽ അത് വിഷമകരം തന്നെയായിരിക്കും, അത് മനസ്സിലാക്കുക. അതുകൊണ്ട് രാജനൈതികതയിൽ വന്ന അപാകതയെ രാജനൈതികതയിൽ അപാകതയായിട്ട് മനസ്സിലാക്കുകയും അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന് പറയാതിരിക്കുകയും ചെയ്യാം. സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എണ്ണി പറയാൻ ഒരുപാടുണ്ട്. അതുകൊണ്ട് അത് മതത്തിന്റെ വിഷയമല്ല. മതം മനുഷ്യനെ ദുർജന സജ്ജനോ ഭൂയാത്, ദുർജനം സജ്ജനമായി തീരട്ടെ. സജ്ജന ശാന്തി മാപ്പുലിയാത്, സജ്ജനത്തിന് ശാന്തി ഉണ്ടാവട്ടെ. ശാന്തോ മുച്ചേത ബന്ധേഭ്യ, ശാന്തൻ സകലവിധ ജ്ഞാനബന്ധനങ്ങളിൽ നിന്നും മുക്തനാവട്ടെ. ഈശ്വരീയമായ ജ്ഞാനം അവനുണ്ടാവട്ടെ. മുക്ത ശന്യാൻ വിമോചയെ, അങ്ങനെ മുക്തൻ മറ്റുള്ളവരെ മോചിപ്പിക്കട്ടെ. ഈ ഒരു മതത്തിന്റെ സിദ്ധാന്തവും രാജനൈതികതയും കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക. കുഴച്ചിട്ട് വെള്ളപൂശാൻ നിൽക്കുകയാണോ അതൊരുപാട് വിരുദ്ധ അഭിപ്രായങ്ങൾ കടവയ്ക്കും. അതിൽ പറഞ്ഞുകൊണ്ട് ഇത് ഉപസംഹരിക്കുക ചെയ്യണത്.